ഓരോ ബൈബിൾ ക്ലാസ്സുകളും ഓരോ ദൈവവചന പഠനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പുതിയ അറിവുകൾ നമുക്ക് നൽകണം. ഹല്ലേലൂയ. അതാ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ വേണ്ടേ? നമ്മൾ ബന്ധുക്കൂസുകാരാണ്, വർഷങ്ങളായി നമ്മൾ ദൈവവചനം പഠിക്കുന്നവരാണ്, അറിയുന്നവരാണ്, കേൾക്കുന്നവരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച അധ്യായം ഏതാണ്? ഉൽപ്പത്തി 1-ാം അധ്യായം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ സഹോദരി ആദ്യമായി കേട്ടൊരു കാര്യം ഞാനിവിടെ പറഞ്ഞായിരുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് എന്തെങ്കിലും പുതുതായി ലഭിച്ചോ? എന്താ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു അധ്യായം മൊത്തം പഠിപ്പിച്ചിട്ട് ആ ഒരു വിഷയം മാത്രം കിട്ടും? നമ്മുടെ തോട്ട്സ്, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്നൊരു വചനം ഞാൻ പറയുമ്പോൾ അതിനെ ദൈവത്തിന്റെ ആത്മാവ് വിവേചിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ ദൈവം തരും. അത് 30 പേരുടെ 30 ചിന്തകളായിരിക്കും. മനസ്സിലായോ? അതാ ഈ വചനം ഒരുമിച്ച് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മനോരോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അധ്യായം വായിച്ചു തീർക്കാൻ. പലപ്പോഴും തുടങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ്. അത് നമ്മളെല്ലാം 25-30 വർഷത്തിന് മേലെ വചനം വായിക്കുകയും ദൈവത്തിന്റെ ആത്മാവാണ് അതിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ആഴ്ച നമ്മൾ പഠിച്ച അധ്യായം 1. ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു പുതിയ ദൂത് അതിൽ നിന്ന് കിട്ടിയതെന്ന് ഇവരെല്ലാം പറഞ്ഞു. വിധാനം തിരിഞ്ഞത് അതെനിക്കൊരു പുതിയ അറിവായെന്ന് പറഞ്ഞു. അധ്യായത്തിൽ നമ്മൾ പഠിച്ചതിന്റെ റിവൈസ് ആണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നതിന്റെ റിവൈസ് നമ്മൾ അടുത്ത ആഴ്ച ചെയ്തില്ലെങ്കിൽ അതിനാ പറഞ്ഞ നിങ്ങൾ വായിച്ച വചനം വീട്ടിൽ പോയി ഒന്നുകൂടി വായിക്കണം. വായിച്ചില്ലത് അല്ലേ? പ്രായത്തെ ഒന്നും കുറ്റം പറയരുത്. പുതിയൊരു അറിവ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ അറിവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പുതിയ അറിവൊന്നുമില്ല, പുതിയ ചിന്തകളൊന്നുമില്ല. ശാസ്ത്രപരമായിട്ട് ഞാൻ ഇതിനെ ക്ലെയിം ചെയ്യുന്നില്ല. ശാസ്ത്രം ഇത് പറയുന്നു, അതുകൊണ്ട് ഇത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന വചനം എന്ന് പറയുന്നു എന്ന് മാത്രമേ നിങ്ങളോട് ഡിസ്കോസ് ചെയ്യുന്നു, പറയുന്നു അല്ലേ? അതിനകത്ത് അതല്ലാതെ ഒരു കാര്യവും പറയുന്നത്. നമ്മളെല്ലാവരും ഉൽപ്പത്തി 1 മുതൽ അവസാന അധ്യായം വരെ വായിച്ചവരാണ് അല്ലേ? ഇനി ആരും പുസ്തകത്തിൽ നോക്കരുത്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. 2-ാം അധ്യായത്തിനകത്ത് ഒരു സീക്രട്ട് ഉണ്ട്. നോക്കരുത്, പുസ്തകത്തിൽ നോക്കരുത്, പുസ്തകത്തിൽ നോക്കരുത്. രണ്ടാമത്തെ പുസ്തകത്തിനകത്ത് നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകും. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് എന്തല്ല? ഇവിടെ നോക്കണം, പുസ്തകത്തിൽ നോക്കരുത്. ദൈവം ഉണ്ടാക്കിയതെന്തല്ല മണ്ണിൽ നിന്ന്. പറയുമ്പോൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ദൈവം വാക്കുകൊണ്ടുണ്ടാക്കിയതുകൊണ്ട് കൈ കൊണ്ടുണ്ടാക്കിയതുകൊണ്ട്. കൈ കൊണ്ടുണ്ടാക്കിയത് എന്താണ് ചോദ്യം? അപ്പൊ നിങ്ങൾ എല്ലാവരും വചനം വായിക്കുന്നവരാണ്, എനിക്ക് മനസ്സിലായി. ഓക്കെ. 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കും. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചു. ഹലോ, എന്ത് നിങ്ങൾ കാണാൻ? നമ്മൾ പലപ്പോഴും വചനം വായിക്കുന്നത് ഒരു ദൗത്യമായി എടുത്തിരിക്കുകയാണ്. ഇന്നത്തെ സംസാരം, ഇന്നത്തെ ചിന്ത ഇതിനെ ആസ്പദമാക്കിയാണ്.
ആർക്കൊക്കെ കേൾക്കണം? നമ്മൾ പഠിച്ചത് നമ്മളെ ദുഷ്ടൻ നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടിട്ട ചിന്തകള് മനുഷ്യനെ മാത്രം ദൈവം മണ്ണുകൊണ്ടുണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് അറിയാമോ? ദൈവം ഭൂമിയിലെ മണ്ണിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ മാത്രമേ മണ്ണിലോട്ട് ലയിക്കത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കട്ടെ. നീ ഒരു മരം വെട്ടിയിട്ടാൽ വർഷങ്ങൾ കഴിയുമ്പോൾ എന്തോ അത് മണ്ണായി തീരും. കാരണം അതിന്റെ ഉത്ഭവം മണ്ണിൽ നിന്നാണ്. എന്റെ വീട്ടിലെ പട്ടി ചത്തുപോയാൽ അതിനർത്ഥം അതിന്റെ ഉത്ഭവം മണ്ണിൽ നിന്നാണ്. നിന്റെ വീട്ടിൽ ഒരു കിളി ചത്തുപോയാൽ അത് മണ്ണാകും. എന്ന് വെച്ചാൽ മണ്ണിൽ ജീവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച സകലതും മണ്ണായി തീരും. കാരണം അതിന്റെ സൃഷ്ടി മണ്ണിൽ നിന്നാണ്. ഹല്ലേലൂയ. രണ്ടാം അധ്യായം നാം പഠിക്കാൻ പോവാം. സ്തോത്രം. പുതിയ ചിന്തകൾ ദൈവം നമുക്ക് തരട്ടെ. കഴിഞ്ഞ അധ്യായത്തിൽ വിധാനത്തിന്റെ തിരിവ് നമ്മൾ പഠിച്ചു. ഈ അധ്യായത്തിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കറിയത്തില്ല. എന്നാലും രണ്ടാം അധ്യായം ഞാൻ പറഞ്ഞു, ഒന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പൂർണ്ണരൂപം ദൈവത്തിന്റെ ആത്മാവ് വചനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഒരു ഔട്ട്ലൈൻ കൊടുത്തിരിക്കുക അല്ലെ? ഒരു കഥയുടെ സംക്ഷിപ്ത രൂപമായിട്ട് ഒന്നാം അധ്യായം കൊടുത്തിരിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരാൻ പോവുകയാണ്. രണ്ടാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിർത്തി വായിച്ചാൽ ഇങ്ങനെ ആകാശവും ഭൂമിയും. അപ്പോൾ ദൈവം കൽപ്പന പുറപ്പെടുവിച്ച് ഉടലെടുപ്പിച്ചത് എന്തൊക്കെയായിരിക്കാം? പറഞ്ഞാൽ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയത് എന്തൊക്കെയായിരിക്കാം? ആകാശം, ഭൂമി, വെളിച്ചങ്ങൾ, പകല് രാത്രി, സമുദ്രത്തിൽ ജീവിക്കുന്ന സകല ജന്തുക്കളും മണ്ണിൽ നിന്നുണ്ടാക്കിയതല്ല. അത് ചത്ത് അത് കിടക്കുന്നത് എവിടെയാണ്? സമുദ്രത്തിൽ തന്നെ. അത് അവിടെ തന്നെ അഴുകി ചേരും. ഇനി അതിനൊക്കെ കുളിച്ചിട്ടാലും കാരണം എന്താ? സമുദ്രവും ഭൂമിയായിട്ട് കണക്ഷനുണ്ട്. ഈ സമുദ്രത്തിലുള്ളത് എന്ത് ഭൂമിയിൽ കിടന്നാലും ഭൂമിയിലുള്ളത് എന്ത് സമുദ്രത്തിൽ കിടന്നാലും അഴിയും. എന്തു ഇരുമ്പ് വരെ സമുദ്രത്തിൽ വീണാൽ കപ്പലൊക്കെ വെള്ളത്തിൽ താഴ്ന്നു പോയി വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രം നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യൻ എന്ത് ഭൂമിയിൽ ഉണ്ടാക്കിയാലും അതിനെ അബ്സോർബ് ചെയ്യുവാനുള്ള കഴിവെന്തിനുണ്ട്? സമുദ്രത്തിനുണ്ട്. അതിനെ നശിപ്പിക്കുവാനുള്ള കഴിവ്. നമ്മൾ വാഹനങ്ങൾ വാങ്ങുമ്പോൾ, യൂസ്ഡ് വെഹിക്കിൾ വാങ്ങുമ്പോൾ എല്ലാവരും പറയും അത് കടൽപ്പുറത്ത് ഓടിയ വണ്ടിയാണ്. അതെവിടെ ഓടിയ വണ്ടിയാണ്? കടൽ തീരദേശങ്ങളിലുള്ള വണ്ടി. ആ വണ്ടി വാങ്ങണ്ട. അതിന്റെ ചേസ് ദ്രവിക്കാനുള്ള സാധ്യത. ഉപ്പിന്റെ അംശം കാറ്റിലൂടെ ആ വസ്തുവിൽ അടിച്ചിട്ട് അതിന്റെ ബോഡി ദ്രവിക്കുവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വേണ്ട എന്ന് പറയാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒന്നാം ദിവസം ദൈവം സൃഷ്ടിച്ചു, രണ്ടാം ദിവസം ദൈവം സൃഷ്ടിച്ചു, മൂന്നാം ദിവസം ദൈവം സൃഷ്ടിച്ചു, 4, 5, 6 ദിവസങ്ങളിലെ സൃഷ്ടി നമ്മൾ പറയുന്ന 24 മണിക്കൂർ കൊണ്ടാണോ അതോ ഇനി 4000 വർഷങ്ങൾ കൊണ്ടാണോ എന്നൊന്നും സ്ഥാപിക്കാൻ നമുക്കിവിടെ കഴിയത്തില്ല. മനസ്സിലായി? നമുക്കിതിനെ അവിടെയാണോ ഏതെന്ന് പറയുവാൻ കഴിയത്തില്ല. കാരണം അതിനൊരു വാക്യം ഇല്ല. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ 19-ാം വാക്യത്തിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ആകാശത്തിലെ എല്ലാ പറവകളെയും ഉണ്ടാക്കാൻ
ഭൂമിയിലെ സകല ജന്തുക്കളെ ഉണ്ടാക്കാൻ 24 മണിക്കൂർ മതി. അതൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ തിരിച്ചു ചിന്തിപ്പിക്കുന്നു. നമ്മുടെ മാനുഷിക ചിന്തയിൽ 24 മണിക്കൂർ കൊണ്ട് ഒരു വീട് പോലും വെച്ച് പറ്റുമോ? പറ്റത്തില്ല. അവിടെയാ ദൈവം പറയുന്നത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം. വചനം പഠിക്കുമ്പോൾ പറയുന്നത് 7-ാം ദിവസത്തെ അവൻ ശുദ്ധീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഏതാണ് 7-ാം ദിവസം? ശബത്ത് എന്നാണ്. പുസ്തകത്തില്ല, ഞാൻ ചോദിച്ചതല്ലോ. അവസാന ദിവസം ഏതാ ചോദിക്കുമ്പോൾ 1-ാം ദിവസം ഏതാ? അപ്പൊ ശനിയാഴ്ചയാണ് ദൈവം സ്വസ്ഥമായിരുന്നതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. വിശ്വസിക്കണ്ടേ? അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. കാരണം എല്ലാ സൃഷ്ടിയും കഴിഞ്ഞ് ദൈവം ഇരുന്നപ്പോഴാണ്. പക്ഷെ ഇങ്ങനെ ഒരു ദിവസത്തെ കണക്കിൽ ഈ സൃഷ്ടിയെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ 1000 ദിവസം ദൈവത്തിന് ഒരു ദിവസം പോലെ. ഇന്നലെ കഴിഞ്ഞ പോലെ ഉള്ളിലേക്ക് നമ്മുടെ 1000 ദിവസം 3 വർഷമായി. നമ്മുടെ 3 വർഷം ഉള്ളിലേക്ക് ഇന്നലെ ആ ദൈവത്തിന് 24 മണിക്കൂർ കൊണ്ടും ഇത് സൃഷ്ടിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് അതിന്റെ കളി. നമ്മളിത് 1000 വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമായവൻ ദൈവമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 24 മനുഷ്യനെ 24 മണിക്കൂറുകൾ കൊണ്ട് ഒരു മനുഷ്യന് ഭൂമിയിൽ ഭവനം ചമയ്ക്കുവാൻ കഴിയത്തില്ലെങ്കിൽ, അവന്റെ പ്രവൃത്തി വ്യർത്ഥമാണെങ്കിൽ, യഹോവയെ കൂടാതെ അവന് ഭവനം ചമയ്ക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്നു. അവന് പട്ടണം കാക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് 24 മണിക്കൂർ വേണ്ട ഇതിനെ സകലത്തിനെ സൃഷ്ടിക്കാൻ. അങ്ങനെ നാം ചിന്തിക്കണം. അതുകൊണ്ട് അവൻ ദൈവമാണെന്ന് പറയുന്നത്. മനുഷ്യന്റെ ചിന്തകൾക്കും ആലോചനകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ 2-ാം അധ്യായത്തിൽ കയറുവാൻ തയ്യാറെടുക്കുമ്പോൾ എന്റെ മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2-ാം അധ്യായം നീ ചിന്തിക്കുന്നതിന് മുമ്പേ നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഭൂമി നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണപ്പെടുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലേ? സമുദ്രം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിൽ മുമ്പിൽ നിൽക്കുകയാണ്. നക്ഷത്രങ്ങൾ, ആകാശങ്ങൾ, പർവ്വജാതികൾ, ജന്തുക്കൾ സകലതും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന ചില ശാസ്ത്രങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്. അവര് വന്നിട്ട് പറയും ശാസ്ത്രം പറയും. എന്തു പറയും? ഇതൊക്കെ ഉണ്ടായത് ശാസ്ത്രത്തിൽ നിന്നാണ്. ശാസ്ത്രം ഇത് നിന്നെ പഠിപ്പിക്കും. നമ്മളിത് പറയുന്നത് കേൾക്കാൻ പിശാചിന് തീരെ ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. അതൊന്ന് ആദ്യം മനസ്സിലാക്കണം. പിശാചിന് നമ്മളിനി എത്ര പേരെ വിളിച്ചാലും അവരാരും വരുന്നില്ല, ഇത് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഇവർക്ക് എല്ലാം അറിയാം. എത്ര വർഷങ്ങളായിട്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ വിധാനം മനസ്സിലായത് കഴിഞ്ഞ വിധാനം എപ്പോഴാണ് മനസ്സിലായത്? കഴിഞ്ഞ ആഴ്ച. കർത്താവ് വരുമ്പോൾ പോകാനിരിക്കും. നമ്മൾ സാധാരണക്കാരനായ ഒരു വ്യക്തിയോട് ദൈവവചനം പഠിക്കാൻ വരാൻ പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ ആകർഷിക്കാതെ, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കാണുന്നില്ല, അവന്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവരോടും ഈ ആലയത്തിനകത്തു നിന്ന് കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളോടും ദൈവത്തിന് പറയുവാനുള്ള എന്റെ ആകർഷണ വലയത്തിനകത്താണ് ഞാൻ. എനിക്ക് നിന്നോട് പുതുതായൊന്ന് പറയുവാനുണ്ട്. രാജാക്കന്മാർ, ശാസ്ത്രിമാർ, പ്രവാചകന്മാർ, ലോകത്തിലെ തത്വജ്ഞാനികൾക്ക് വെളിവാകാത്ത ചില മാർമികമായ സത്യങ്ങൾ ചില മീൻപിടുത്തക്കാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവിന് ഇന്ന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ദൈവം എന്നോട് പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ സൃഷ്ടിപ്പെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആരും ഉണ്ടാക്കാതെ ഉണ്ടായ ഒരാളുണ്ട്, ദൈവം. അങ്ങനെയാണ് ആദ്യം നീ പഠിക്കേണ്ടതെന്നാണ് ദൈവത്തെ കുറിച്ചാണ്. രണ്ടാമത്തെ വായിച്ചപ്പോൾ എന്നെ ഉടക്കിയ വാക്യമാണ് ഞാൻ വായിച്ചത്. 19-ാം വാക്യം എന്റെ കണ്ണുടക്കിയ വാക്യമാണ്. ഞാന് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ വായിച്ചിട്ടുള്ള അധ്യായങ്ങളാണ് രണ്ടാമത്തെ. ഞാൻ മിടുക്കനായതുകൊണ്ട് കണ്ടുപിടിച്ചതല്ല, അല്ലെങ്കിൽ നിങ്ങളും മിടുക്കനായതുകൊണ്ടല്ല പുതിയൊരു ആത്മാവിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതാണ് നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. നിന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ മാത്രമാണ് വചനം വായിക്കുമ്പോൾ സത്യങ്ങൾ തെളിഞ്ഞു വരികയുള്ളൂ. കേട്ടോ, വചനം വായിക്കുമ്പോൾ വെറുതെ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ വായിച്ചാൽ എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും ഗ്രഹിക്കത്തില്ല. റിവൈസ് ചെയ്ത് ഒരു വാക്യമേ വായിച്ചുള്ളെങ്കിലും 10 തവണ നീ അതിനെ കുറിച്ച് ചിന്തിച്ച് ദൈവത്തോട് കർത്താവ് ഇതിനൊന്ന് വിവേചിച്ച് തരണമെന്ന് പറഞ്ഞാൽ കർത്താവ് അത് വിവേചിച്ച് തരും. പക്ഷെ പിശാച് ഇത് സമ്മതിക്കത്തില്ല. അപ്പൊ നമുക്ക് ഉറക്കം വരും. നമുക്ക് അപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വരും, നമ്മളത് ഇട്ടേച്ചു വരും. നമ്മളെ കുറിച്ച് വചനം ധ്യാനിക്കുവാൻ പിശാച് ചെയ്യില്ല, സമ്മതിക്കത്തില്ല. കാരണം പിശാചിനറിയാം ഈ വചനമാണ് സർവവും. ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ഉണ്ടായിരുന്നോ? അല്ലേ? അവൻ ആദ്യനും അന്ത്യനും. ദൈവം ആദി മുതലേ ഉണ്ട് എന്ന് പറയുമ്പോഴും നാം അന്ധമായിട്ടല്ല അത് വിശ്വസിക്കുന്നത്. കണ്ണടച്ചൊന്ന് വിശ്വസിച്ചു, നമ്മളെ വേറെ വിശ്വാസികളല്ലേ. ദൈവം ഉണ്ടാക്കും, പിന്നെ ദൈവം ഉണ്ടായിരുന്നു, ദൈവം ഉണ്ട്. പിന്നെ അങ്ങനല്ല. ദൈവം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നവനോട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണം രണ്ടാമത്തെ ദൈവം പഠിക്കാൻ. വേണ്ട, മുന്നമേ ഉണ്ടായിരുന്നു ആര്? ദൈവം. ദൈവം എന്ന് പറയുമ്പോൾ ആദമിനെ സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ ആര് കണ്ടിട്ടുള്ളൂ? അത് കണ്ടിട്ടുള്ളൂ. പിതാവിനെ പുത്രൻ പരിശുദ്ധാത്മാവിനെ അത് കണ്ടോ? ദൈവത്തെ കണ്ടു. ദൈവം ഇറങ്ങി വന്നു, അവന്റെ കൂടെ നടന്നു മാത്രമേ അവൻ അറിയത്തുള്ളൂ. അവൻ അതിനുള്ള വെളിവ് ഉണ്ടായിരുന്നുള്ളൂ. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അവൻ മരിച്ചതുകൊണ്ട് ഈ വെളിപ്പാട് അവൻ കൊടുത്തില്ല. അവൻ എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ പ്രതിമ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനും ദൈവത്തിന്റെ തേജസ്സുള്ളവനുമായിരുന്നു. അവന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആദാം. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? തന്റെ പാപപ്രവൃത്തി നിമിത്തം ദൈവത്തിൻ്റെതെന്ന് പറയുന്ന തേജസ്സിനെ നഷ്ടമാക്കി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതിനു മുമ്പേ, ഞാൻ വിശ്വസിക്കുന്നു, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഒരാളെ സൃഷ്ടിച്ചു. അതാരായിരിക്കും? ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു.
കാരണം അത് പറയാൻ കാരണമുണ്ട്. ആ ദൂതന്മാരിൽ ഒരു പ്രമാണിയായിരുന്നു ആര്? ലൂസിഫർ. ഏതൻ തോട്ടമുണ്ടാക്കുമ്പോൾ ആരവിടെ? അപ്പോൾ തോട്ടമുണ്ടാക്കുന്നതിന് മുമ്പ് ആരുണ്ട്? ഞാൻ ദൈവത്തെ പോലെയാണ് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ദൂതൻ പറയണമെങ്കിൽ ദൂതൻ എവിടെ ഉണ്ട്? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ സൈഡിലുണ്ട്. അവൻ ആ സിംഹാസനവും അതിന്റെ മഹത്വവും കണ്ട് ദൈവത്തെ പോലെ ആകുവാൻ ഹൃദയത്തിൽ ചിന്തിക്കണമെങ്കിൽ ദൂതൻ എവിടെ ഉണ്ട്? ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ അവന്റെ സ്വർഗത്തിലുണ്ട്. അവിടെ നിന്ന് ഒറ്റ വിട്ട് അവരോട് പോയി. വെട്ടുകിട്ട് താഴേക്ക് പോകുന്ന അറിയാം. എങ്ങോട്ടാ പോയെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ചിന്തിക്കും. നമ്മളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചൊരു സബ്ജക്ട് ആന്റി വിളിച്ച് ചോദിച്ചു, അത് എവിടെയാണ് ഏതെന്തോട്ടോ അതെവിടെയാന്ന് പറയാം, ഏതെന്തോട്ടോ. പക്ഷെ അവിടെയാണ് എന്ന് എനിക്ക് സമർത്ഥിക്കുവാൻ പറ്റത്തില്ല. പക്ഷെ വചനത്തിന്റെ തെളിവുകൾ വെച്ച് നമുക്ക് വിശ്വസിക്കാം എന്നെ പറ്റി. കാരണം നമ്മൾ ശാസ്ത്രത്തെ ഇതിന് കൂട്ടുപിടിക്കുന്നില്ല. അതാ കാര്യം. വചനത്തിൽ എന്തുണ്ടോ അത് മാത്രം നാം ചിന്തിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ ആദ്യം മുതലേ ആരുണ്ട്? ഈ ആദ്യം മുതൽ ദൈവം ഉണ്ടെന്ന് പറയുമ്പോ കാണാതെ വിശ്വസിക്കുകയാണോ വേണ്ടേ? വചനത്തിൽ വിശ്വസിക്കുകയാണോ വേണ്ടേ? വചനത്തിൽ നിന്ന് നമ്മൾ വിശ്വസിക്കണം അല്ലേ? ചിലർക്ക് ചോദ്യം ചോദിക്കും, ദൈവമൊക്കെ ഉണ്ടോടെ? പിന്നെ ദൈവമൊക്കെ ഉണ്ട്. എങ്ങനെ പറഞ്ഞു കൊടുക്കും? യോഹന്നാൻ 1:1 മുതൽ വായിച്ചാൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ. അപ്പൊ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചു ആദിയിൽ ദൈവം. അപ്പോ യോഹന്നാൻ വെളിപ്പെട്ട വെളിപ്പാട് എന്താണെന്ന് അറിയാമോ? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ വെളിപ്പാടല്ല, അതിന്റെ ആദിയിൽ. അതിന്റെ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് വെച്ചാൽ വചനത്തിന് ദൈവമായി തന്നെ നിൽക്കുവാൻ കഴിയുമെന്നർത്ഥം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും വചനം മുഖാന്തരമായി വായിക്കണം. അങ്ങനെയാണെങ്കിൽ ഉളവായതൊന്നും വചനത്തെ കൂടാതെ. അങ്ങനെയാണെങ്കിൽ 14-ാം വാക്യത്തിൽ എന്ന് പറയുന്നു, ഒന്ന് വായിച്ചേ. വചനം ജഡമായി തീർന്നു, സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആരാവൻ? യേശു. അവൻ ആദിയിലെ ഉണ്ടെന്ന് പറയുവാൻ നിനക്ക് ഈ വാക്യം മതി. നിനക്ക് ഒരു ശാസ്ത്രത്തിന്റെ എവിഡൻസും വേണ്ട. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. അതെ, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ ക്രിസ്തുവാകുന്നതിന് മുമ്പേ ഇമ്മാനുവേൽ എന്ന പേരിൽ അവൻ വെളിപ്പെട്ടു. ദൈവം നമ്മോട് കൂടെ. അവന്റെ പേരാണ് യേശു. യേശു. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, യേശു ക്രിസ്തു എന്നാണ്, യേശു കർത്താവ് എന്നാണ്. യേശു ആണ് യേശു കർത്താവായിരുന്നു, യേശു ക്രിസ്തുവായിരുന്നു.
യേശു ജനിക്കുന്ന ആരുടെ മകനായിട്ടാണ്? മാനുഷിക ചിന്തയിൽ മറിയയുടെ മകനായിട്ടാണ് യേശു ജനിക്കുന്നത്. പക്ഷെ യേശുവിന്റെ ജനനം സ്വാഭാവികമല്ലെന്ന്, സാധാരണമല്ലെന്ന് തെളിയിക്കുന്ന വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. മറിയ എങ്ങനെ ഗർഭിണിയായി? പരിശുദ്ധാത്മാവിനാൽ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ വെറുതെ വായിച്ചങ്ങ് പോവാ. പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകും ദൈവത്താൽ. അങ്ങനെയാണെങ്കിൽ യഹോവയായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, ഇതിന്റെ സമത്വം വലിയ ടോപ്പിക്കാണ്. നമ്മൾ അതിലേക്കല്ല പോകുന്നത്, ദൈവം എന്നുള്ള കോൺസെപ്റ്റിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പറയുന്ന ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആരാണ്? പിതാവ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പിതാവെന്നൊരു പേര് അവന് വീണത്? ദൈവത്തിന് ഇല്ല. പുത്രനെ കാണാത്ത പഴയ നിയമ ഭക്തന്മാർ എങ്ങനെയാണ് പിതാവെ എന്ന് വിളിച്ചേ? അവനൊരു പേരുണ്ടായിരുന്നു, യഹോവയാണ് ദൈവം, ഏക ദൈവം, സത്യദൈവം. അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. യഹോവ, പുത്രൻ, പരിശുദ്ധാത്മാവ്. യഹോവയ്ക്ക് പിതാവും യേശുവിന് പുത്രനും ആത്മാവിനെ പരിശുദ്ധ ആത്മാവെന്ന് പേർ വിളിച്ചപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ത്രിത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ട്രിനിറ്റി തിയോളജി അല്ല. ട്രിനിറ്റി തിയോളജി വേറെയാണ്. മൂന്ന് ഒന്നാണെന്നൊക്കെ പറയുന്ന തിയറി വേറെയാണ്. ആ തിയറിയിലേക്കല്ല പോകുന്നത്. ദൈവം ഏകനാണ്. നാം വായിച്ച വാക്യത്തിൽ പറയുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു. ആ ദൈവം ഏതായിരിക്കും? യേശു ക്രിസ്തു ആരോടായിരുന്നു? ദൈവത്തോടുകൂടായിരുന്നു. വചനം ദൈവത്തോടുകൂടി ആയിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവമായിരുന്ന ദൈവത്തിന്റെ കൂടെ ഒരു ദൈവം കൂടെ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ചിന്തിക്കും അത്ര ദൈവമായി. നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ കാണാതെ പഠിച്ചിരിക്കുക എത്ര ദൈവമുണ്ട്? ഒന്നാണ്. ചോദ്യം ചോദിച്ചാൽ കാരണം പണ്ട് തൊട്ടേ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന എത്ര ദൈവം ഉണ്ടെന്നാണ്. പക്ഷെ ഞാനും പറയുന്നു എത്ര ദൈവം ഉണ്ടെന്നാണ്. ഞാൻ 3 ദൈവം ഉണ്ടെന്നല്ല പറയാൻ പോണേ, ഏക ദൈവം ഉണ്ടെന്നാ പറയാൻ പോണേ. പക്ഷെ ഈ കോൺസെപ്റ്റ് ഭയങ്കര ഡീപ്പാണ്, ഭയങ്കര ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിച്ചാൽ മാത്രമാണ് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പോകും. അതിനു മുമ്പേ 1-ാം അധ്യായത്തിന്റെ സൃഷ്ടിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ദൈവം അതിനു മുമ്പേ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള 2 പോകണം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കേട്ടോ? 2-ാം അധ്യായം പഠിക്കും മുമ്പേ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെയാണ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച് ഏത് ഒന്നിന്റെ ഉൽപ്പത്തി 1-ന്റെ 2. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഭൂമി സൃഷ്ടിച്ചതല്ല പരിശുദ്ധാത്മാവിനെ, ഭൂമിയിലുള്ള മനുഷ്യരെ സൃഷ്ടിച്ചതല്ല പരിശുദ്ധാത്മാവിനെ. ഇവനൊക്കെ വിളിക്കുമ്പോൾ ഇറങ്ങി വരാനും ഇവനൊക്കെ വിളിക്കുമ്പോൾ പരിശീലിക്കുമ്പോൾ ശാസിക്കുമ്പോൾ എങ്ങനെയും ജീവിച്ചത് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ഭയങ്കര ദുഃഖമാണ്. മനുഷ്യന്റെ സൃഷ്ടിയല്ല പരിശുദ്ധാത്മാവ്, ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഇതിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് ഇവ 3 ഒരുമിക്കുന്നതിന്റെ പേരാണ് ദൈവം. ഈ ക്ലോക്ക് പുത്രൻ, പിതാവ്,
പരിശുദ്ധാത്മാവ്. ഇതൊരു വട്ടത്തിലല്ലേ ഇരിക്കുന്നത്? ഇതൊരു സർക്കിൾ അല്ലേ? ഇതിന്റെ നടുക്ക് എഴുതി വെക്കുക ദൈവം. ദൈവം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് അവസ്ഥയുടെ സംയോജനത്തെ മാത്രമേ ദൈവം എന്ന് വിളിക്കുവാൻ കഴിയത്തുള്ളൂ. പിതാവില്ല, പുത്രൻ മാത്രമുണ്ടെന്ന് പറഞ്ഞാൽ അത് ദുരുപദേശമാണ്. പരിശുദ്ധാത്മാവില്ല, ദൈവവും പുത്രനും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുരുപദേശമാണ്. ഇങ്ങനെയാണ് നമ്മൾ ദുരുപദേശകരെ തിരിച്ചറിയുന്നത്. എങ്ങനെ? ഈ മൂന്നും ഇല്ലെന്ന് പറയുന്ന ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ദൈവമാകത്തില്ല, അവൻ ദൈവത്തിന്റെ പൈതലാകത്തില്ല. കാരണം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ 3 പേരുടെയും സംയോജനം എവിടെയുണ്ട്? സകല സൃഷ്ടിപ്പിന്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ. ആരാണ് ഈ നാം? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ സംയോജനമാണ് നാം. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ഏതാണ് സ്വരൂപം? വചനം ജഡമായി തീർന്ന ഒരു സ്വരൂപമുണ്ടെന്ന് മുന്നമേ കണ്ട ദൈവം വാലില്ലാതെ മനുഷ്യനെ ഉണ്ടാക്കി. ഹലോ, അല്ലാതെ പുറകിൽ നിന്നുണ്ടായതല്ല മനുഷ്യൻ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് മനുഷ്യൻ. അത് നീ അന്ധമായി വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്നല്ല അന്ധമായി വിശ്വസിക്കേണ്ടത്. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ കൽപ്പനകൾ അവൻ കൽപ്പിച്ചപ്പോൾ പോയി പ്രവൃത്തി ചെയ്തത് എന്താണെന്നറിയാമോ? അവന്റെ വചനമാണ്. ആകാശമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ സഞ്ചരിച്ചത് വചനമാണ്. അതാണ് യേശു ക്രിസ്തുവിന്റെ ചലനം. അതിൽ രൂപാന്തരം വരുത്തിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ പവർ. അതുകൊണ്ടാണ് പറയുന്നത് ഈ വചനത്തെ, വചനം ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും. ഏതാണ് ആത്മാവ്? മനുഷ്യനകത്തിരിക്കുന്ന ആത്മാവിനെ ഒന്നിനും വേർപെടുത്തുവാൻ കഴിയത്തില്ലെങ്കിലും വചനം പറയുന്നു ആദിയിൽ സർവ്വത്തെയും സൃഷ്ടിച്ച ഈ വചനത്തിന് നിന്റെ ആത്മാവിനെ മാറ്റി നിർത്തുവാൻ കഴിയും. എങ്ങനെ? നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മാത്രം മാറ്റുവാൻ ഒന്നിനെ കഴിയത്തുള്ളൂ. വചനത്തിൽ വേറെ ആർക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്നിനെ മാറ്റാം. ദൈവം ഇരുവായുത്തലുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ മാറ്റുവാൻ കഴിയും, ആത്മാവിനെ മാറ്റുവാൻ കഴിയും. നിന്റെ ശരീരത്തിനകത്തുള്ള സന്ധി മജ്ജകളെയും ഉറച്ചു ചെല്ലുന്ന ഒന്നാണത്. ആര്? ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനത്താൽ ഉളവായ സർവഭൂമിയും ആകാശവും ചന്ദ്രനും സൂര്യനും ഇവയെല്ലാം ദൈവത്തിന്റെ വെറും സൃഷ്ടികൾ മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ എന്റെ സൃഷ്ടിയെ നീ എന്ത് ചെയ്യരുത്? വണങ്ങരുത്. കാരണം എന്താ? വണങ്ങാൻ യോഗ്യനായ ഒരുത്തനെ ഞാൻ ഭൂമിയിലോട്ട് വിടുന്നുണ്ട്. ആരെയാ? ഇവിടുണ്ടോ? ഉണ്ട്. ചിന്തകൾ മാറിപ്പോകരുത്. നിനക്ക് വണങ്ങുവാൻ കൊള്ളാമെന്ന ഒരുത്തനെ ഞാൻ ഭൂമിയിലോട്ട് വിടുന്നുണ്ട്. സർവവും സൃഷ്ടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? സകലവും സൃഷ്ടിച്ചിട്ട്, സമുദ്രം സൃഷ്ടിച്ചിട്ട് മത്സ്യത്തെ ആക്കി, ഭൂമി സൃഷ്ടിച്ചിട്ട് ജന്തുക്കളെ ആക്കി, ആകാശം സൃഷ്ടിച്ച് പറവകളെ ആക്കി, സകലവും സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ ആക്കി എന്ന് പറയുന്ന ഒരു സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ടേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. സകലവും ദൈവസന്നിധിയിൽ കൃത്യമാണ്. ദൈവം ചെയ്യുന്നതെല്ലാം എന്താ? അതിന്റെ മുറയ്ക്കാണ്. നമ്മൾ ചെയ്യുന്നതാണ് ഈ തെറ്റിപ്പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, പുറകിൽ നിന്ന് നമ്മൾ ചെയ്യും, ദൈവം മുമ്പിൽ നിന്ന് ചെയ്യും. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. യേശു കർത്താവ് ജനരൂപമായി വെളിപ്പെടുന്നതിന് മുമ്പേ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. വചനം പഠിപ്പിക്കുന്നു, അവൻ ദൈവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദിയിൽ യഹോവയാം ദൈവത്തിന്റെ കൂടെ ആരുണ്ടായിരുന്നു? യേശു കർത്താവ് ഉണ്ടായിരുന്നു.
എത്ര ഒരു വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉയർത്തുന്നത് യേശു കർത്താവിന്റെ നാമത്തെയാണ്. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇതിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇയ്യോബായിരുന്നു യഹോവ ഭക്തനായിരുന്നു. പക്ഷെ ദൈവം ഭയങ്കരമായി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആരെ? ഇയ്യോബ്. അവൻ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അവൻ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ദാവീദ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? യെശയ്യാവ്, യിരെമ്യാവ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഒരു പ്രവാചകന്മാരും യേശുവിനെ കണ്ടിട്ടില്ല. പക്ഷെ അവന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് അടുത്തിരിക്കുന്നവരോട് ചില മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തും. വായിക്കാം 38-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകം 38-ന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം പറയുകയാണെങ്കിൽ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ. ഒരു മിനിറ്റ് നിന്നോട്ടെ. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതെന്നറിയാമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് കൂടിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, ചില സീക്രട്ടുകൾ ഞാൻ നിനക്ക് തരുവാൻ പോകുന്നു. ആരോട് പറയണം? ഇയ്യോബിനോട്. ഇയ്യോബ് എഴുതി വെക്കുകയാണ്. എന്താ എഴുതി വെച്ചേ? യഹോവയായ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ. എടാ, നീ എവിടെയായിരുന്നു? നീ ഇതൊന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നിനക്ക് നിന്റെ ബുദ്ധിയിൽ നിന്ന് പറയാൻ കഴിയുമെങ്കിൽ നീ പറ, നീ എവിടെയായിരുന്നു? ഭൂമിയുടെ അളവ് നിയമിച്ചവൻ. അത് പറയാമെങ്കിൽ നീ പറ. എന്താ പറയുന്നത്? നീ എവിടെയായിരുന്നു? മനു, നീ എവിടെയായിരുന്നു? ഇയ്യോബിനോട് ദൈവം ചോദിക്കും, ഇയ്യോബ് നീ എവിടെയായിരുന്നു? ഇയ്യോബിന് ആൻസർ ഉണ്ടോ? അടുത്ത ചോദ്യം. അതിന്റെ അളവാണ് നിയന്ത്രിച്ചേ, നിയമിച്ചേ? നീ അറിയാമോ? നിനക്കറിയാമോ? അതിന്റെ ഒരക്ഷത്തിൽ നിന്നും മറ്റേ അച്ഛൻ വരെ അളവൊന്നും പിടിച്ചതാരാ നിനക്കറിയാമോ? ഭൂമിയുടെ അടിസ്ഥാനം അച്ചുതണ്ടിലാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ശാസ്ത്രം. ഇയ്യോബിനോട് ദൈവം ചോദിക്കുകയാണ്, ഈ ഭൂമിയെ ഞാൻ എവിടെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമോ? ഭൂമിക്ക് മൂലക്കല്ലിട്ടതാരാണ്? ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കടലുകളാൽ അടച്ചാര്. അപ്പൊ വെള്ളം എവിടുന്ന വന്നേ? സമുദ്രത്തിൽ നിറവാനുള്ള വെള്ളം എവിടുന്ന് വന്നു? എവിടുന്ന് ചാടി പുറപ്പെട്ടു? എവിടുന്ന് ചാടി പുറപ്പെട്ടു? വിധാനത്തിൽ നിന്ന്, ആ വേർപിരിവിൽ. അതാ പറഞ്ഞ ഗർഭം. ഹലോ, കുഞ്ഞിനെ പുറത്തോട്ട് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എവിടെ കയറും? എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഒരു വിധാനം സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടി എന്ത് ചെയ്യും? പുറത്തോട്ട് എടുക്കും. ഇവിടെ ദൈവം ഒരു ചോദ്യം ചോദിക്കുക, ഈ സമുദ്രത്തിലെ വെള്ളത്തെ ഗർഭത്തിൽ നിന്ന പോലെ അതെവിടുന്ന് ചാടിയ? വിധാനത്തിൽ നിന്ന് ദൈവം ഭൂമിയുടെ ഒരു മൂലയിലേക്ക് മാറ്റിയപ്പോൾ മതി, ഇത്രയും മതി. 2/3 ഭാഗം മാത്രം വെള്ളം മതി എന്ന് പറഞ്ഞാൽ അതിനെ സ്റ്റോപ്പ് ചെയ്തത് ആരാണ്? ഒരു ഭാഗം മാത്രം കരയായി നിന്നാ മതി എന്ന് നിനക്കറിയാമോ? ആരോട് ചോദിച്ചതാ? ഇയ്യോബിനോട്. വായിച്ചേട്ടാ, 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേട്ടാ. ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും ഓരിരുളിനെ അതിനെ ചുറ്റാടയുമാക്കി, ഞാൻ അതിന് അത് നിയമിച്ചു, കഥകും ഓടാക്കലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്ന് തിരമാലയുടെ ഗർവം നിരക്കുമെന്ന് കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? സമുദ്രത്തോട് ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇവിടം വരെ സമുദ്രത്തെ കടലുള്ള ഒരു ബീച്ച് വരെ അല്ലേ? ആ മണ്ണിൽ വന്നിട്ട് തിരിച്ചു. ദൈവം പറഞ്ഞു, നീ ഇവിടെ വരെ വന്നോ, തിരിച്ചു.
ദൈവത്തിന്റെ സൃഷ്ടിയുടെ പിന്നിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് കടൽ തീരം. എത്ര പേര് വിശ്വസിക്കുന്നു? കടൽ ഭിത്തി കണ്ടവർ കൈവയ്ക്ക്. കടൽ ഭിത്തി, മാനുഷിക നിർമ്മിതമായ കടൽ ഭിത്തികൾ കണ്ടിരിക്കുന്നവർ. വെള്ളം കയറി വരുമ്പോൾ വെള്ളം അകത്തോട്ട് വരാതിരിക്കാൻ വലിയ വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ടിടും. ഈ 3 രീതിയിൽ ഇങ്ങനെ കാല് പോലെയുള്ള ലോക്കായി കിടക്കുന്ന സിമെന്റിന്റെ ഇത് കൊണ്ടിടും. പിന്നെ മതിൽ പോലെ സിമെന്റ് വെച്ച് ആര് സൃഷ്ടിച്ചു? മനുഷ്യൻ സൃഷ്ടിച്ചു. ദൈവം എങ്ങനെയാ അതിനെ ബ്ലോക്ക് ചെയ്തത്? വെറുതെ മണല് വാരി പഞ്ചസാര പ്രതിക്കാൻ പറഞ്ഞു. അതിലിട്ടു. ഇവരുടെ ബുദ്ധി എവിടെ? സിമെന്റിലും കമ്പിയിലും ബലത്തിലും പാറക്കല്ലിലും ഒക്കെ ഇവനെ ആശ്രയിച്ച് ദൈവം എന്താ പറഞ്ഞ? അതിനെ ഓടാമ്പൽ വെച്ച് കഥകം വെച്ചു. ചില സമയത്തൊക്കെ നമ്മുടെയൊക്കെ കൈകൾക്ക് കാരണം അവിടെ വിട്ട് മുടി പോരും. ആര്? ശ്രദ്ധ പോലും നമ്മുടെ അതിര് വിട്ടിട്ട് കടല് കയറി പോരുക. എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൽപ്പിച്ചാക്കിയതിന്റെ വാക്കനുസരിക്കുന്ന കടൽ തന്നെ ഇറങ്ങി. സുനാമി വന്നു ഇപ്പോ ഉള്ളോടുണ്ടോ? എന്ത് ചെയ്യും? ആ വാക്ക് ഒന്നുകൂടെ വായിച്ചേ. ഇത്രത്തോളം നിനക്ക് വരാം. ആരാ പറഞ്ഞ? യഹോവയായ ദൈവം, സൃഷ്ടാവായ ദൈവം. ഇത് കടക്കരുത്. പിന്നെ അവനത് അനുസരിക്കാതിരിക്കാൻ പറ്റൂ? തിരമാല ആർത്തുഴച്ച് ഒരു തെങ്ങിന്റെ മേലെ വന്നാലും സുനാമിയായി വന്നാലും ഇവനിത് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണ് നിനക്ക് ഞാനിവിടെ അതിരിട്ടിരിക്കുന്നത്. ഏതെങ്കിലും കടല് കയറി ഇതിന് അങ്ങനെ കിടക്കുന്നുണ്ടോ? തിരിഞ്ഞിറങ്ങി പോവുക. ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവത്തിന്റെ പ്രവൃത്തി മാനുഷിക ചിന്തകൾക്ക് അപ്പുറത്താണ്. കറക്റ്റ് ഞാൻ പറയുന്ന വാക്യങ്ങൾ കറക്റ്റ് വായിക്കാം. 11 വരെ വായിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 45-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ ഭൂമിയെ കുറിച്ചൊരു പിക്ചർ ഇയ്യോബിന് ദൈവം കൊടുത്തു. അല്ലേ? ഒരു പിക്ചർ ചോദിച്ചു, ഒരു പടം വരച്ചിട്ട് ചോദിച്ചു, ഇതൊക്കെ നിനക്ക് അറിയാമോ? ഇതിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? ഭൂമി സമുദ്രത്തിന് അന്തരീക്ഷം എങ്ങനെയാണെന്ന് അറിയാമോ? ആരാണെന്ന് അറിയാമോ? ഇതൊക്കെ ചോദിച്ചു. ഇയ്യോബ് ദൈവത്തിന്റെ ആരായിരുന്നു? ഭക്തനായിരുന്നു. ദൈവത്തിന്റെ ഭക്തനായിരുന്നു. ഭക്തൻ. ആ ഭക്തന്മാരോട് ദൈവത്തിന് ചില സീക്രട്ടുകൾ പറയാനുണ്ട്. ഇയ്യോബ് ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട പ്രവൃത്തിയെ കുറിച്ചാണ് ദൈവം സംസാരിച്ച്. ചിന്തിച്ചു നോക്കി. 2024 ഈ ജൂലൈ മാസം ഞാനിവിടെ നിൽക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട സംഗതിയാ ദൈവാത്മാവ് കഴിഞ്ഞ ആഴ്ച നമുക്ക് വെളിപ്പെടുത്തിയത്. ചെറിയൊരു സംഗതിയാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് സ്നേഹിക്കുന്നവർക്ക് വചനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന മർമ്മങ്ങളെ, അതുകൊണ്ടാണ് ഇത് വറ്റിപ്പോകാത്ത ഉറവയാന്ന് പറയുന്നത്. ഇത് വായിച്ച് പഠിച്ച് ചെല്ലുന്തോറും ഇതിന്റെ ആഴം വർദ്ധിക്കുകയാണ്, ഇതിന്റെ മർമ്മങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പക്ഷെ ആരെ എഴുതിയില്ല. ഈ വചനത്തിൽ ശ്രദ്ധിക്കാൻ സമ്മതിക്കില്ല. വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ നോക്കും. അതുവരെ ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറയും ഉറക്കമില്ലെങ്കിൽ എന്ത് വായിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ ഡോക്ടേഴ്സിനെ ഉറക്കം തീരെയില്ലെന്ന് പറയും ബൈബിൾ വായിച്ചാൽ മതി. പുള്ളിക്കറിയാം ബൈബിളിനെ വായിക്കാനുള്ള ദൈവത്തോടുള്ള ബന്ധം കൊണ്ടല്ല, അത് വായിക്കുമ്പോൾ തന്നെ ഉറങ്ങിക്കൊള്ളുന്ന ഡോക്ടർക്ക് അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ അമ്മന്റെ ഡോക്ടറോടൊപ്പമുള്ളപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. ആദ്യം അമ്മ 2 പാട്ട് പാടും, ഞങ്ങൾ പാട്ട് പാടും. ഒന്നാമത് തന്നെ താല്പര്യം ഇല്ലാതെയാണ് അവിടെ വന്നിരിക്കുന്നത്. രാവിലത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളി പറമ്പിലുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന എവിടെയാണ് പ്രാർത്ഥിക്കാൻ. കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞെരുവിൽ കിട്ടിക്കുക. എന്നിട്ടാണ് ഭക്ഷണമൊന്നും
എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാമായിരുന്നു. അന്നേരം ഈ ക്ഷീണമാണ്, പാട്ടൊക്കെ പാടും, കൈയടിക്കും. ബൈബിള് വായിച്ചു കഴിയുമ്പോൾ ഇരുന്നിടത്ത് തന്നെ ദൈവത്തെ നമസ്കരിച്ചാൽ കിടക്കും. ഇരുന്നിടത്ത് തന്നെ ദൈവത്തെ ആ ഒരു ഉറക്കം എന്ന് പറയുന്നത് മമ്മിയുടെ പ്രാർത്ഥന കഴിഞ്ഞ് ആമയും പറയുന്ന സമയത്തായിരിക്കും എഴുന്നേക്കുന്നത്. എത്ര തവണ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ചോറിനപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ ബോധം പോയി. ഞാൻ വീണ്ടും കർത്താവേ എന്ന് പോയ കാലം മുഴുവൻ എന്നെ പരിപാടി അതാ നീ പ്രാവശ്യം പ്രാർത്ഥിച്ചതാ, ഇനി നീതി എന്താണ്? വചനം വായിക്കുമ്പോ ഉറക്കം വരും. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മടുപ്പ് തോന്നും. ദൈവത്തോടുകൂടി ഇരിക്കാൻ പറയുമ്പോൾ മടുപ്പ് തോന്നും. ദൈവം ഒരിക്കലും നിർബന്ധിച്ച് ആരെയും ഒന്നും ചെയ്യിപ്പിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനി പഠിക്കുന്ന പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തെ ദൈവം കൊടുത്തു. ഇന്ന് ഏത് തോട്ടത്തിൽ വന്ന സാധനം 6 രൂപ വന്നു. ഇന്ന് വീട്ടിൽ നടന്നു വരുമ്പോ ഏത് തോട്ടത്തിലെ സാധനം എവിടെ വന്നു? അപ്പൊ ഏത് തോട്ടത്തിലെ സാധനം എവിടെ ഉണ്ട്? നമ്മുടെ തോട്ടത്തിലും ഉണ്ട്. നമ്മളിതൊന്നും ചെയ്യത്തില്ല. കാരണം എന്താ? ഞാനൊന്നും പറഞ്ഞ അഭ്യാസം കാണിക്കാൻ പോയത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഞാൻ മമ്മിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു വീഡിയോ മമ്മിയെ ഞാൻ കാണിച്ചു കൊടുത്തു. ഒരു ഇംഗ്ലീഷുകാരൻ അണലിയുടെ കടി ഭയങ്കരമാണോ പറയുന്നത്? അണലി കടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണോ പറയുന്നത്? അതെ, വിറപ്പിലൂടെ പോലും രക്തം വരുന്ന രീതിയിൽ ഈ പുള്ളി ഈ സാധനത്തെ തോളലിട്ടിട്ട് ഈ വാക്യം എടുത്ത് മാമിനെ ചോദിച്ചു ശത്രുവിന്റെ സകലബലത്തിൽ എടുക്കുവാൻ എനിക്ക് അധികാരമുണ്ടെങ്കിൽ ഒറ്റ കടി കൊടുത്തു. അവിടെ ഇവിടെ വചനത്തെ പുള്ളി കോട്ട് ചെയ്തതാണ്. ആരാധന മധ്യത്തിൽ തന്നെ പുള്ളി എന്ത് ചെയ്തു? വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ആരാധനയ്ക്ക് വചനം പ്രസംഗിക്കാൻ വന്നവൻ കൊണ്ടുവന്ന ബാഗിനകത്ത് എന്തിനെ? അണലിയെ എന്ത് ചെയ്യാൻ? നിന്നെ വചനം പഠിപ്പിച്ച് ഉറപ്പിക്കാൻ. ഇങ്ങനെയാണോ വചനം ഉറപ്പിക്കണ്ടേ? പാമ്പിനെ കയറി ചവിട്ടിയിട്ട് പാമ്പിന് തേടുന്ന ശത്രു വാലയെ കയറി ചവിട്ടി എന്ത് ചെയ്യും? അപ്പൊ തലയിലാ ചവിട്ടുന്നെങ്കിൽ കഴിക്കുകയില്ല. കാരണം തലയിൽ കയറി കഴിക്കുക. വാലയെ കയറി കഴിച്ചിട്ട് നീ വചനം പറഞ്ഞാൽ വിവരം അറിയും. വചനത്തിൽ പറയുന്നുണ്ട് പാമ്പ് നിന്റെ കുടികാല്. അതിനുള്ള ആത്മീയ അർത്ഥങ്ങളുണ്ട്. എങ്കിലും ഒരു ഭൗതിക അർത്ഥത്തിൽ ഞാൻ പറയാം. പാമ്പിനെ കയറി ചവിട്ടിയ പാമ്പ് എവിടെ കടിക്കുന്നത്? പാമ്പിനെ തകർക്കണമെന്നുണ്ട് എവിടെ ചവിട്ടണം? അതുകൊണ്ട് അവര് നീ അവന്റെ തല തകർക്കും, അവൻ നിന്റെ കുതികാല. അപ്പൊ എവിടെ ചവിട്ടണം ദൈവം പറഞ്ഞിട്ടുണ്ട്? പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ. വായിച്ച ഒരു വാക്യം മുമ്പിൽ നിന്ന് വായിച്ചാൽ അവൻ അവരോട് ഹലോ സാത്താൻ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന സംഗതിയുണ്ട്. ലൂസിഫർ എപ്പോഴാണ്? അപ്പൊ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് പോകുന്നതിന് മുമ്പ് ഈ പുള്ളി എവിടെ ഉണ്ട്? ആകാശത്തിന്റെ മേളിൽ ആരുണ്ട്? കാരണം അതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാണ് പുള്ളി താഴോട്ട് പോണത്. അതാണ് വായിച്ചത്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇല്ല. ഓക്കെ, ഈ വചനത്തെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇത് ജസ്റ്റ് നമ്മുടെ പാട്ടിൽ ഇല്ലാത്തൊരു സംഗതിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, പാമ്പിനെയും തേളിനെയും പറഞ്ഞിട്ട് ദൈവം അതിനെ ഉപമിക്കുന്നത് എന്തിനോടാ? ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടണം. എന്തിനെ ചവിട്ടണം?
ശത്രുവിന്റെ ബലത്തെ. പാമ്പിനെയും തേടിനെയും അതിന്റെ തലയും ചവിട്ടണമെന്നല്ല പറഞ്ഞ, അതിന്റെ ശത്രുവിന്റെ ബലത്തെ. അല്ലാതെ ഇതിനടുത്ത് തോള ഇട്ടുണ്ട് ദൈവവചനം ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പാമ്പ് കടിക്കും, ചാവും. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവവചനത്തെ എന്ത് ചെയ്യരുത്? വിനിയോഗിക്കരുത്. ദൈവവചനം എന്താണ്? ദൈവമാണ്. അതാണ് അതിന്റെ കാര്യം. അതാണ് നമ്മൾ വായിച്ചേ. യഹോവയായ ദൈവത്തോടു കൂടെ ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവമാണ് വചനം. ആ വചനമാണ് ജഡമായി തീർന്നത്. ആ വചനമാണ് നമ്മുടെ കൂടെ പാർത്തത്. ആദിയിൽ ഹല്ലേലൂയ ഭൂമിയുടെ മേലെ വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു. അവിടെയാണ് അവിടെ നമ്മൾ സ്പിറ്റായി പോകുന്നത്. അപ്പൊ ആദിയിൽ എന്തുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതിനുശേഷം സൃഷ്ടിക്കപ്പെട്ടതാണ് ദൂതന്മാർ. ദൈവത്തെ ആരാധിക്കുവാൻ അവിടെയും ദൈവത്തിന് സാറ്റിസ്ഫൈഡ് ആയത് എപ്പോഴാണെന്നറിയോ? ദൈവം എപ്പോഴും സംതൃപ്തനായ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോടുകൂടി ഇരുന്ന് എന്നെ ആരാധിക്കണം. ദൈവത്തിനെ മനുഷ്യനെ സൃഷ്ടിച്ചേ ദൈവത്തെ ആരാധിക്കാൻ. പക്ഷേ ഒരു വൈരാഗ്യ ബുദ്ധിയുള്ളവൻ എവിടെ നിൽക്കൊണ്ട് പുറത്തു നിൽക്കൊണ്ട് എന്നെ വെട്ടി താഴെ ഇട്ടതാണ്. ദൈവനെ ഉണ്ടാക്കി ഇവനെ കൊണ്ട് ദൈവത്തെ ആരാധിപ്പിക്കാൻ നോക്കുന്നു. ഞാൻ സമ്മതിക്കത്തില്ല. തേജസ്സിനകത്ത് ഏത് നോട്ടത്തിൽ അവനൊന്ന് പ്രൗഢിയിൽ വാഴുകയാണ്. എനിക്ക് കിട്ടുന്ന നന്മയിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നെ വെട്ടിയിട്ടിട്ട് ഇവന് കൊടുത്തിരിക്കുന്നു അധികാരം. നമ്മൾ 19 വാക്യത്തിൽ വായിച്ചത് പറഞ്ഞു, സകലത്തെയും സൃഷ്ടിച്ചു. വായിച്ചത് 20 വാക്യം 2:20. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു ഗുണം കണ്ടു കിട്ടിയില്ല. 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ 1-ാം അധ്യായത്തിന്റെ ഒരു വാക്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് അങ്ങനെ എനിക്ക് മനസ്സിലായി. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഒറ്റ വാക്യത്തിൽ പറയുമ്പോൾ ആ സൃഷ്ടിപ്പ് നടന്നത് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച 20-ാം വാക്യം. എന്തായിരുന്നു? മനുഷ്യരെല്ലാ കന്നുകാലികൾക്കും. അപ്പൊ കന്നുകാലികൾ ഉണ്ടായപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുള്ളൂ. ആര്? ആദം. കന്നുകാലികൾക്കെല്ലാം പേരിട്ടു. ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടുകിട്ടി. മനുഷ്യന് ഒരു തുണയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആദം ഉണ്ടായിരുന്നു, ഹവ്വ സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നു. പേരിട്ടുള്ളതാരാ? മനുഷ്യനായ ആദമാണ് സർവ്വജാതികൾക്കും ജന്തുക്കൾക്കും പേരിട്ടത്. അപ്പോൾ ആരില്ല? ഹവ്വയില്ല. പിന്നെ ദൈവം മനുഷ്യനെ ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു. ഇവിടെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവർക്ക് നാരി എന്ന പേരാകുമെന്ന് പറഞ്ഞു. ആ പേരിട്ടതാരാ? 1-ാം അധ്യായം എന്ന് പറയുന്നത് സകല സൃഷ്ടിപ്പിന്റെ സംക്ഷിപ്ത രൂപമാണെങ്കിൽ 2-ാം അധ്യായത്തിൽ ഓരോന്നെടുത്ത് പറയുകയാണ്. ഹല്ലേലൂയ. വേഗത്തിൽ നമ്മുടെ അധ്യായത്തിന്റെ പ്രാരംഭം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്തിലേക്ക് നമ്മൾ പോയി. ദൈവം എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ്. ദൈവം ഈ സകല സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടെന്നുള്ള വാക്യം കിട്ടിയില്ലേ? നമ്മൾ വായിച്ച യെശയ്യാ പ്രവചന പുസ്തകം യെശയ്യാവിനോട് 45:18 വായിച്ചു. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം.
യെശയ്യാ പ്രവാചകനോട് ദൈവം അടുത്തിരുന്നപ്പോൾ കൊടുക്കുന്ന ഒരു വെളിപ്പാടാണ്. ആകാശത്തെ സൃഷ്ടിച്ചത് യഹോവയായ ദൈവമാണെന്ന് യോഹന്നാനോട് പറയുന്നു. നീ സൃഷ്ടിക്കുമ്പോൾ തന്നെ നിന്റെ കൂടെ ആരുണ്ട്? വചനമുണ്ട്, യേശു ക്രിസ്തുവുണ്ട്. ഇവിടെ യെശയ്യാവിനോട് പറയുകയാണ്, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. പാർപ്പിനപ്പുറം അവൻ നിർമ്മിച്ചത്. ഭൂമി എന്തിനാ സൃഷ്ടിച്ചേ? പാർക്കുവാൻ. ആർക്ക് പാർക്കുവാൻ? ഏത് തോട്ടത്തിനെ സൃഷ്ടിച്ചേ? ഏതൻ തോട്ടമാണ് ആദ്യം സൃഷ്ടിച്ച്? ഭൂമിയാണ് ആദ്യം സൃഷ്ടിച്ചത്. രണ്ടാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവയിലുള്ള സകല ചരാചരങ്ങളും തികഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ദൈവമുണ്ട്. ആ ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഇവിടെ പറയുകയാണ് സകല ചരാചരങ്ങളും തികഞ്ഞു എന്ന് പറയുമ്പോൾ ആ ആത്മീക മർമ്മം കിടക്കുന്നത് 19-ാം വാക്യത്തിലാണ്. ഇതിനെയൊക്കെ മണ്ണിൽ നിന്നുണ്ടാക്കി. ഈ ഞാനൊരു മുസ്ലിം സഹോദരനുമായി സംവാദിച്ച സമയത്ത്, ഇപ്പൊ ഞാൻ സംവാദിക്കാറില്ല, സംവാദിച്ച സമയത്ത് അവര് ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അവര് പറയുന്നുണ്ട്, ഒരു ചത്തുപോയ ഒരു പക്ഷിയെ ഈസാ നബി ജീവൻ കൊടുത്ത് പറപ്പിച്ചു വിട്ടതൊക്കെ പറയുന്നത്. നമ്മൾ ഈ വചനം എഴുതുമ്പോൾ വചനത്തിൽ കാണുന്നുണ്ട് എല്ലാം എഴുതുവാൻ ഇതിനകത്തൊന്നില്ല, സ്ഥലം പോരായികയാൽ എല്ലാം എഴുതിയിട്ടില്ല. അതിനർത്ഥം ദൈവം ചെയ്തത് പലതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ ദൈവം അതൊന്നും ചെയ്തിട്ടില്ലെന്നല്ല. അത് പറഞ്ഞു പോയ വേറൊരു സബ്ജക്റ്റിലേക്ക് പോയി. വായിച്ചത് 2-ാം വാക്യം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തികളും 7-ാം ദിവസം നിവർത്തലായി. ദൈവം നിർത്തി വായിക്കണം. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിപ്പ്. തന്റെ കരങ്ങൾ കൊണ്ടാവാം, വാക്കുകൊണ്ടാവാം, എങ്ങനെയുമോ. പക്ഷേ ദൈവം പറയാണ് ആ സൃഷ്ടിപ്പ് തികഞ്ഞ ശേഷം 7-ാം ദിവസം സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ 7-ാം ദിവസവും ഇതുപോലെ തന്നെ നമുക്ക് വേണേ ആയിരക്കണക്കിന് ദിവസങ്ങളായി ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസമായും ചിന്തിക്കാം. കാരണം ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിനെ അറിയത്തുള്ളൂ ഈ ഒരു ദിവസത്തിന്റെ വലിപ്പം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വിശ്വസിക്കും 1, 2, 3 എന്ന് ചിന്തിച്ചാൽ, ഇനി 1000, 2000, 3000, 4000, 5000 എന്ന് ചിന്തിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. സൃഷ്ടിച്ചത് മൊത്തം ദൈവത്താലും. ദൈവമല്ലാതെ, ദൈവം മൂലമല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ പറയുകയാണ് താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് അന്ന് നിവൃത്തനായത് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. യഹോവയായ ദൈവം ഭൂമി ആകാശം സൃഷ്ടിച്ച നാളിൽ ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ദൈവം പറയുകയാണ് എങ്ങനെയാണ് ഞാനിതെല്ലാം കഴിഞ്ഞിട്ടിരിക്കുക. ആരെയും ദൈവം ഈ സൃഷ്ടിപ്പെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ് ഭൂമിയിൽ എങ്ങനെയാണ് ഇതുണ്ടായത്. വായിച്ചേ സൃഷ്ടിപ്പ് വിവരം ഒന്നുകൂടെ വായിച്ചത്. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഭൂമി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ വയലിലെ ചെടി ഒന്നും ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യരും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെ നനച്ചു വന്നു. അത് വായിച്ചു വന്നപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഇത്ര നേരം പറഞ്ഞൊരു കാര്യമാണ്. സകല സൃഷ്ടിപ്പിന് ശേഷമാണ് ആരെ സൃഷ്ടിച്ച്? ജന്തുക്കളെ സൃഷ്ടിച്ച്. അതിന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ടാണ് സമുദ്രത്തെ സൃഷ്ടിച്ചത്. ഇതിന് ശേഷമാണ് മത്സ്യങ്ങളെ സൃഷ്ടിച്ചത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, എന്താ വായിച്ച ലാസ്റ്റ് വായിക്കുന്നു? ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി. എന്തിനായിരിക്കണം? എന്തിനായിരിക്കണം? അതാണ് പ്രോസസ്. ഭൂമിയിൽ നിന്ന് ഉളവാകുന്നതിന് മുമ്പേ ഭൂമി നനഞ്ഞിരിക്കണം. സസ്യത്തിന് വളരുവാനുള്ള യോഗ്യമായ മണ്ണ് എവിടെ വേണം?
ഭൂമിയിൽ വേണം, വെള്ളം വേണം, നനവ് വേണം. ദൈവം ചെയ്തത് മഴയല്ല പെയ്ച്ചേ, അഭിധാനത്തിൽ ഇരിക്കുന്ന വെള്ളം ഇരിപ്പുണ്ട്. പക്ഷെ ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ, നിലമൊക്കെ നനച്ചു വന്നു. സൃഷ്ടിപ്പിന്റെ ആരംഭമായി പറയുമ്പോൾ അവിടെ പറയുകയാണ്, 4-ാം വാക്യത്തിൽ പറയുകയാണ്, വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും മഞ്ഞ് വന്ന് ഭൂമിയെ നനച്ച് ചെടിക്ക് വളരുവാനുള്ള ഒരു നിലമൊരുക്കിയ ശേഷമാണ് ദൈവത്തിന്റെ കൽപ്പന വായിൽ നിന്ന് പുറപ്പെട്ടത്. എല്ലാ സൃഷ്ടിക്കും അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന, പെട്ടെന്ന് കിട്ടുന്ന നന്മകളെ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പിശാചിന്റെ ഒറ്റ നമസ്കാരം കൊണ്ട് ഇതെല്ലാം നിനക്ക് തരാം. ചിലർ വന്ന് പറയും, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച ഉടനെ നിന്റെ അവസ്ഥകൾ ഒന്ന് മാറുകയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് ആത്മാവിലാണ്. ആ നന്മ പ്രാപിക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിനകത്തുള്ള, നിന്റെ ജീവിതത്തിന്റെ മേടുകളെ നീ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിന്റെ ചോദ്യം. എന്റെ കടം വീട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നോക്കുമ്പോ എന്റെ നില ഒരുങ്ങിയിട്ടില്ല, പിന്നെ എന്നെ എങ്ങനെ നിങ്ങളെയും. എന്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നോക്കുമ്പോ നമ്മുടെ നില ഒരുങ്ങിയിട്ടില്ല. എന്താണ് നില? ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമ്മുടെ ഹൃദയമായിട്ടില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ ആയിട്ടില്ല. പിന്നെ നിന്നെ എങ്ങനെ അനുഗ്രഹിക്കും സാമ്പത്തികമായി? ഒരു സൃഷ്ടിപ്പ് ദൈവം ചെയ്ത് നോക്കിക്കേ. സ്റ്റെപ്പ് 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾക്കിത് ഇപ്പൊ വേണം. നമ്മൾ പ്രാർത്ഥിച്ച് പായൽ എഴുന്നേൽക്കുമ്പോ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോ ഈ സാധനം നമ്മുടെ കൈ കിട്ടണം, അല്ലേ? അല്ലെങ്കിൽ ദൈവമൊന്നും ഇല്ല. നിലമൊരുക്ക്, മനസ്സൊരുക്ക്, ഹൃദയമൊരുക്ക് എന്ന് പറയുമ്പോൾ അതിന് തയ്യാറല്ല. അനുഗ്രഹമെല്ലാം വേണം. അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ദൈവവും ഇല്ലെന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണ്. പ്രസന്നമായി പോകണമെന്നൊരു സംശയം ശരിയല്ലേ? സകലത്തെയും ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷമല്ല ദൈവം, അയ്യോ മറന്നുപോയി, ഭൂമി നനച്ചില്ല, ഇത് വാടിപ്പോകുമല്ലോ എന്ന് ദൈവം ചിന്തിച്ചെന്നല്ല പറഞ്ഞേ. നമ്മൾ കൊണ്ടൊരു ചെടി നട്ടു, നമ്മളൊരു ചെടി കൊണ്ട് നട്ടു, അമ്മ ഒരു ചെടി വെച്ചു. അമ്മ പറഞ്ഞപ്പോൾ ഓർത്ത വെള്ളം ഒഴിച്ചോ എന്ന് ചെടിക്ക്. അമ്മ പറഞ്ഞാലേ ഓർക്കത്തുള്ളൂ. മനുഷ്യൻ അങ്ങനെയാണ്. നമ്മൾ രാവിലെ കൊണ്ടൊരു പാവലിന്റെ വിത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ കോവലിന്റെ ഒരു കമ്പ് കൊണ്ട് നാട്ടും. അത് കഴിഞ്ഞ് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഓർക്കുന്നത് രാവിലെ കുത്തി പാവലിന്. ദൈവം ചിന്തിക്കുന്നത് അങ്ങനല്ല. എനിക്കൊരു പാവൽ നടണം, അതുകൊണ്ട് ഭൂമിയെ ഒരുക്കണം, നനയ്ക്കണം, കട്ടകൾ പൊട്ടിക്കണം, ഒരുക്കിയെടുത്ത ശേഷം ഞാൻ പാവൽ നടക്കും. എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിലെ സകല നന്മകളും ഒരു ഒരുക്കത്തിന്റെ പിന്നിലാണ്. നീ മരണം വരെ അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണം നീ ഞാൻ തന്നെയാണ്. കാരണം എന്താ? ഒരുങ്ങിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഒരുങ്ങി റെഡിയാകണം. ഐ ആം പെർഫെക്റ്റ്, ഞാൻ ഓക്കെയാണ്, ഇത്ര വർഷങ്ങളായി ഞാൻ വചനം കേൾക്കുന്നു. ഇന്നലെ വന്ന് നീ എന്നെ പഠിപ്പിച്ചിട്ട് വേണോ എനിക്ക് ഒരുങ്ങാൻ? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി അസാധ്യമായത് സൃഷ്ടിക്കുന്നവന്റെ പേരാണ് ദൈവം. മനുഷ്യൻ വെള്ളം എവിടുന്ന കണ്ടെത്തുന്നേ? മനുഷ്യനോട് വെള്ളം കണ്ടെത്തുന്നേ? മനുഷ്യൻ മാന്തി ചെല്ലുക എങ്ങോട്ട്? നമ്മൾ ടൂർ പോയപ്പോൾ വെള്ളം വരുന്നത് കണ്ടു. എവിടുന്ന്? പാറയുടെ മുകളിൽ വെള്ളം താഴോട്ട് വരുക. എത്ര അടി പൊക്കത്തിലാണ് നിൽക്കുന്നത്? നമ്മൾ ഈ നിരപ്പായ ഭൂമിയിൽ നിന്ന് 1000 അടി താഴത്തില്ല വെള്ളം എടുക്കുന്നത്. ദൈവം വെള്ളം കൊടുക്കുന്ന അതാ ദൈവം ഞാൻ നമ്മൾ വ്യത്യാസം. ദൈവത്തിന്റെ സൃഷ്ടികൾ മൊത്തം അഗോചരമാണ്.
നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. പാറയിൽ നിന്ന് വെള്ളമൊലിക്കുകയും, ചിന്തിച്ചു നോക്കി, അത്രയും വലിയ മലയുടെ മുകളിൽ പാറയിൽ നിന്ന് വെള്ളം വരും. ദൈവത്തിന്റെ സൃഷ്ടിപ്പും മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഭൂമി നമ്മൾ മഞ്ഞ് കണ്ടിരിക്കുന്നത് എങ്ങനെയാ? മഞ്ഞ് കണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? മഞ്ഞ് നമ്മൾ പറയും ഇന്ന് നമ്മൾ രാവിലെ, ഞാനൊരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം ബാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കന്നുകാലി കൂടും, നമ്മുടെ വീട്ടിൽ ആടുമാടുകളും കൃഷി സ്ഥലങ്ങളുള്ള ഒരു കാലത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. രാവിലെ അപ്പം പറയും, കറന്ന പാല് നിങ്ങൾക്ക് കൊടുക്കണം. എന്താ പറയും? നമ്മൾ ഈ പാലും കൊണ്ട് നടന്നു പോകുമ്പോൾ പാടത്ത് മൊത്തം മഞ്ഞായിരിക്കും. ആകാശത്ത് നിന്ന് വന്ന് മഞ്ഞ് കണ്ടത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്നതാണ് ഇരിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, ഭൂമിയിൽ നിന്ന് മഞ്ഞ് ദൈവം. ഈ ചെടിയുടെ ഇലകളിൽ തുഷാരങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, അത് മോളിൽ നിന്ന് ഒരു വെള്ളം കറക്റ്റായിട്ട് ഒന്ന് വീണാണ്. നമ്മള് മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ആകാശത്തു നിന്നാണ് മഞ്ഞ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴെ നിന്ന് മഞ്ഞ് പൊങ്ങി വരുന്നുണ്ടോ? ഇതെല്ലാം കണ്ട് വായി പൊളിച്ച് വരുന്നതല്ലാതെ മേലിൽ നിന്ന് മഴ പെയ്യിച്ചില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി, ഭൂമി നനച്ചു പോകുന്നു. ആരുടെ കാലം വരെ അറിയാമോ? നോഹയുടെ കാലം വരെ. അന്ന് കഴിഞ്ഞ് മഞ്ഞില്ലെന്നാണ്. അല്ല, ഭൂമിയെ നനച്ച കാര്യമാണ്, ഭൂമിയെ മുക്കിയ കാര്യമാണ്, ഭൂമിയെ ഒരുക്കിയ കാര്യമാണ് പറഞ്ഞത്. ഒരു വർഷങ്ങൾ നീണ്ടു നിന്ന പ്രോസസ്സിനകത്ത് ആ സൃഷ്ടിപ്പിന്റെ പൂർണ്ണത വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. 5-ാം വാക്യം. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുമില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി, നിലമൊക്കെയും നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ നമ്മൾ പറയുന്ന 1-ാം അധ്യായത്തിൽ തൊട്ട് 2-ാം അധ്യായത്തിൽ വന്നപ്പോ നമ്മൾ കാണുകയാണ് എന്ത്? മനുഷ്യന്റെ സൃഷ്ടിപ്പ്. എന്താ പറഞ്ഞ നമ്മൾ വായിച്ച്? യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നിട്ട് ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയെന്നാണോ? എന്തിന്റെ കിഴക്ക് എന്നാണ് പറഞ്ഞില്ല. കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. സ്വർഗത്തിന്റെ കിഴക്കാണോ ഭൂമിയുടെ കിഴക്കാണോ എന്ന് ഇതിനകത്ത് വ്യക്തമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയിൽ എന്തായിരുന്നു? മഴ പെയ്തിട്ടില്ല, മഞ്ഞ് പൊങ്ങി ഭൂമി നനയ്ക്കുന്നു, മനുഷ്യനില്ല. ആ സ്ഥാനത്ത് അടുത്ത വാക്യം പറയുന്നത് സസ്യങ്ങളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചു എന്നല്ല. അടുത്ത വാക്യം പറയുന്നത് മനുഷ്യനെ ഉണ്ടാക്കി ആദ്യം പറയുന്നത്. അതിന് മുമ്പുള്ള വാക്യം വായിച്ചിട്ട് എന്താ പറയുന്നത്? അല്ലല്ല, നമ്മൾ അശ്രദ്ധമായിരിക്കരുത്. ഞാൻ ഒന്നും വായിക്കും. ഒന്നാം വാക്യം കൊണ്ട് വായിച്ചേ. എന്തുണ്ടായിരുന്നില്ല? ഭൂമി ഉണ്ടായിരുന്നോ? ഈ വിധാനം ആക്കിയതിന് ശേഷമുള്ള ഭൂമി ഉണ്ടായിരുന്നോ? ഭൂമി ഉണ്ടായിരുന്നു. ആകാശം എന്നാ ഉണ്ടാക്കിയേ? വിധാനം മാർഗല്ലേ? 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചില്ലേ? ആദ്യം ദൈവം സൃഷ്ടിച്ചത് എന്താണ്? ആകാശവും ഭൂമിയും. ഇതിന്റെ സെപ്പറേഷൻ നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിച്ചു. ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ?
ഭൂമി. വയലിലെ ചെടി ഒന്നും അവരുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ സംഗതി ഒന്നും നമ്മൾ പറയുന്ന പോലെ ആദ്യം ഭൂമി ഉണ്ടാക്കിയിട്ടില്ല, ടക്കമൊന്നും ഉണ്ടാക്കുമല്ലായിരുന്നു. ഒന്നാമത് ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ഒന്നുകൂടെ ആകാശവാക്കി വായിച്ചു. ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ഉൽപ്പത്തി വിവരം. ഭൂമിയും ശ്രദ്ധിക്കണം, ഉൽപ്പത്തി വിവരം. ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? എന്തിന്റെ? ഭൂമിയിൽ ആകാശവും സൃഷ്ടിച്ച ശേഷം ഭൂമിയിൽ എന്താണ് നടന്നതെന്ന് പറയാൻ പോവുകയാണ്. അന്ന് ഭൂമിയിൽ എന്തുണ്ടായിരുന്നില്ല? വയലിൽ ഒരു ചെടിയും ഉണ്ടായിരുന്നില്ല, സസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, മഴ പെയ്ച്ചിരുന്നില്ല, മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ആ ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊട്ടി നിലമൊക്കെ നനച്ചു വന്നു. യഹോവേ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. ശരിക്കും പറഞ്ഞ ഈ രണ്ടാം അധ്യായം അല്ലേ ഒന്നാം അധ്യായത്തിന്റെ സ്ഥാനത്ത് വരേണ്ടത്? മനുഷ്യനെ സൃഷ്ടിച്ചെങ്ങനെയാണ്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കൂ. ഞാൻ പറഞ്ഞത് രണ്ടാം അധ്യായം എഴുതപ്പെടുന്നത് ശരിക്കും ഇവിടെ ഒന്നാം അധ്യായത്തിന്റെ പൊസിഷനിൽ 6ാം ബുദ്ധിയിൽ. പക്ഷെ ദൈവം ഒന്നാം അധ്യായത്തിന്റെ സ്ഥാനത്ത് വെച്ചതെന്തിനാണെന്നറിയോ? ആരെങ്കിലും ഈ പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങിയ അവരുടെ ഒറ്റ ഹിസ്റ്ററി പറഞ്ഞതാണ് കറക്റ്റാണ്. ഇവിടുത്തെ പറയണ ഞാൻ ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഇനി ഗതികേടുകൊണ്ട് ഒന്നാമത്തെ അധ്യായം മനസ്സ് നോക്കിയിട്ട് വായിച്ചാൽ അവൻ ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ സംക്ഷിപ്ത രൂപം കൊണ്ട് വായിക്കാത്തത് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആഗ്രഹം തോന്നിയത് എങ്ങനെ ഉണ്ടായെന്ന് അറിയണം. അതിന് ഒന്നാം അധ്യായത്തിന്റെ പൊസിഷനെ വെച്ച് രണ്ടാം അധ്യായത്തിലാണ് ശരിക്കും സൃഷ്ടിപ്പ് പറയുന്നത്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. വെള്ളത്തിൽ എന്താ പരിശുദ്ധി ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ദൈവം ആണ് സൃഷ്ടിച്ചെന്താ? സസ്യങ്ങൾ അല്ലേ? അതല്ല പറഞ്ഞത് ഒന്നാമതേത് പറഞ്ഞത്. അല്ല, അതൊക്കെ കഴിഞ്ഞു. ആകാശവും ഭൂമി സൃഷ്ടിച്ച അത് കഴിഞ്ഞ കഥയെ പറയുന്നു. ആകാശത്തിലെ പറവകളെ സൃഷ്ടിച്ചു. ആകാശത്തിലെ പറവകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തിനെ സൃഷ്ടിച്ചു? ആ കാര്യമായിട്ട് രണ്ടാമത്തെ പറയുന്നത്. ശൂന്യമായി കടന്നിടത്തുനിന്ന് ദൈവം ആദ്യം ചെയ്തത് മണ്ണ് നനച്ചു. അത് കഴിഞ്ഞിട്ട് സസ്യങ്ങൾ മുളപ്പിച്ചു, കൽപ്പന കൊടുത്തു. ഏതിനോട്? നനഞ്ഞു കിടക്കുന്ന മണ്ണിനോട് പറഞ്ഞു അതൊക്കെ സസ്യങ്ങളും വിത്തുകളും മുളപ്പിക്കുന്ന ഫലവൃക്ഷങ്ങളും സസ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ നിലത്തിൽ നിന്നും അതുണ്ടായി വന്നു. അതാ പറഞ്ഞത്. രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടല്ല അതിനെ ദൈവത്തിന്റെ ആത്മാവ് ചിത്രീകരിക്കുന്നത്. സംക്ഷിപ്ത രൂപമായിട്ട് ഒന്നാം അധ്യായത്തിൽ തന്നെ. രണ്ടാം അധ്യായത്തിനകത്ത് ദൈവാത്മാവ് പറഞ്ഞതിന്റെ വിവരം, ഉൽപ്പത്തി വിവരം കൃത്യമായി പറയുകയാണ്. മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവേ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. ദൈവം ഒരു കാര്യം ചെയ്തു. ഇതൊക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നീട് ആദമിനെ ഹവ്വയോടെ ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞത്. മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ആരെ ഉണ്ടാക്കിയതാണ്? മണ്ണുകൊണ്ട് ആദമിനെ. അടുത്ത വാക്യം എന്താ പറയുന്നത്? കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ കൊണ്ടാക്കി. ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മദിനങ്ങളെ കുറിച്ച് അറിവിന്റെ വൃക്ഷവും യഹോവേ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. എവിടെ മുളപ്പിച്ചു? എവിടെ മുളപ്പിച്ചു? ഒരു സൃഷ്ടിപ്പിന്റെ ആരംഭം പറഞ്ഞത് ഭൂമിയിലാണ്. ഇപ്പൊ വന്ന് നിൽക്കുന്ന എവിടെയാണ്? ഏതും തോട്ടത്തിൽ. തോട്ടം നനപ്പാൻ ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേത് പീശോൻ. അത് ഗലീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ കൊല്ലുണ്ട്. ആ ദേശത്തിന്റെ കൊല്ല് മേത്തലമാകുന്നു. അവിടെ ഗുൽഗുലും ഗോമേതവും ഉണ്ട്. രണ്ടാം നദിക്ക്
ഒഴുകുന്നു. മൂന്നാം നദി കിദ്ദേക്കൽ എന്ന് പേർ. അത് അശ്ശൂരിന്റെ കിഴക്കോട്ട് ഒഴുകുന്നു. നാലാം നദി ഫ്രാത്താകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോയി ഏതെങ്കിലും വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പോ ഈ ഏകത്തോട്ടത്തിൽ കാണുന്ന സകല ഈ നദികളും ആര് വരുന്നതെന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്? ഏതും തോട്ടത്തിൽ ഉൽവ വായിച്ചല്ലോ. ഈ പറഞ്ഞ ഈ 15 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചേ. 9-ാം വാക്യങ്ങളൊക്കെ വായിച്ചേ. കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. ഇതാരെ കണ്ടു കാണണം? അങ്ങനെ പറയാം. ആദം കണ്ടു. ഏത് തോട്ടത്തിനകത്ത് സൃഷ്ടിപ്പ് ആര് കണ്ടു? കണ്ടിരിക്കണം. കാരണം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഏത് തോട്ടത്തിനകത്തേക്ക് കൊണ്ടുവിട്ടു. എന്തിന്? തോട്ടം കാപ്പാനും. നീ ഇവിടെ എന്നെ കൊണ്ടാക്കി. ഇവിടെ എന്നെ ഇരുന്നിട്ടാ ഞാനിത് കാക്കണ്ടേ? ഇവിടെ ഒരു മരവും ഇല്ല, പുല്ലും ഇല്ല, ഇതിനകത്ത് തിന്നാനുള്ള ഭക്ഷണവും ഇല്ല. ഞാൻ എന്നെ കാക്കാനാ എന്ന് ആദം ചോദിക്കുന്നതിന് മുമ്പേ അതിൽ എന്ത് ചെയ്തു? മണ്ണിൽ നിന്നതിനെ മുളപ്പിച്ചു. നദി ഉണ്ടാക്കി. ഒരു നദി 4 ശാഖയായി പിരിയുന്നു. ഇത് ആര് കാണുന്നുണ്ട്? ആദം കാണുന്നുണ്ട്. ഒരു നദിക്ക് പേരിട്ടു പീശോൻ. ഏത് തോട്ടത്തിന്റെ, ഞാൻ വിശ്വസിക്കുന്ന ഏത് തോട്ടത്തിലെ ആ ദേശത്തിന്റെ പേരാണ് ഹവീല ദേശം. ആ ദേശമൊക്കെ ചുറ്റുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പൊന്നുണ്ട്. ഇതിനെ പലരും ശാസ്ത്രീയമായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ഭൂമി തന്നെയാണെന്നും ഭൂമിയിൽ പൊന്നുള്ള സ്ഥലത്തോട് ഒഴുകുന്ന നദിയാണ് ഈ നദിയെന്നും ഈ നദിക്ക് ആ പേരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊന്നും പുറകെ നമ്മൾ പോകുന്നില്ല. അതൊന്നും നമ്മൾ ചെയ്യാനും പോകുന്നില്ല. ഒന്നുമില്ല. വചനം എന്ന് പറയുന്നു. അത് നമ്മൾ പഠിക്കണം. ഗുൽഗുലും ഗോമേദവും ഉണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗീഹോൻ എന്നാണ്. അത് കൂശ് ദേശമൊക്കെ ചുറ്റുന്നു. മൂന്നാം നദിക്ക് കിദ്ദേക്കൽ ഉണ്ട്. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇനി നിനക്ക് പണിയെടുക്കേണ്ട സംഗതിയൊക്കെ ഉണ്ട്. നദിയുണ്ട്, സസ്യങ്ങളുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നീ എന്ത് ചെയ്തു? നീ ഇവിടെ ജോലിയൊക്കെ ചെയ്ത് വേറെ ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടാതെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നീ ജീവിച്ചു. അപ്പൊ ഈ പ്രവൃത്തി മൊത്തം കണ്ടതാരാണ്? ബാക്കി പറയാം. ആരോടായിരിക്കും യഹോവയായ ദൈവം ഇത് പറഞ്ഞത്? അപ്പൊ ആരോട് പറഞ്ഞു കാണത്തില്ല? ആദവിനോട് ദൈവം പറഞ്ഞു, ഈ സകല സൃഷ്ടിപ്പ് നീ കണ്ടില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ആരോട് പറഞ്ഞു? ആദവിനോട് പറഞ്ഞു. വായിച്ചാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ദൈവത്തിന് ഒരു സങ്കടം തോന്നിയത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. നമ്മളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിന് ഭയങ്കര സങ്കടം, സഹോദരം. ആ ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥ ആർക്ക് തോന്നി? ഇവനിങ്ങനെ പണിയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് മൃഗങ്ങളോടൊക്കെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു മൃഗങ്ങളോടൊക്കെ സംസാരിച്ചൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ ദൈവത്തിന് തോന്നി എനിക്ക് നല്ലൊരു ഒരു മിനിറ്റ്. ഞാനത് പറയുന്നത് ഇവന് തക്കതായ ഒരു ഇണയെ, അത് വ്യത്യാസം. ഇണയും തുണയും തമ്മിൽ, ഇണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവും സ്ഥാപിക്കാത്ത ഇടമാണ് ഇണം. എന്നുവെച്ചാൽ ആത്മാർത്ഥമായ ഒരു ബന്ധം
ആത്മബന്ധമില്ലാത്ത സ്ഥലത്തിനാണ് ഇണയെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മൃഗങ്ങളെ നോക്കി പഠിക്കുക, അപ്പൊ നമുക്ക് എല്ലാം വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിനൊക്കെ ഇണയാണ്. മനുഷ്യന് തുണയാണ്. മനസ്സിലായോ? മനുഷ്യന് തുണയായി ദൈവം സൃഷ്ടിക്കുന്ന ഒരാളുടെ പേരാണ് ഹവ്വ. ഹവ്വ വരുന്നതിന് മുമ്പ് ഏദൻ തോട്ടം സൃഷ്ടിച്ച് അതിനകത്ത് നദികളെ സൃഷ്ടിച്ച് അതിനകത്ത് വൃക്ഷങ്ങളെ സൃഷ്ടിച്ച് അതിനകത്ത് മനുഷ്യനെ ആക്കി എന്നിട്ട് ഹവ്വയെ സൃഷ്ടിക്കുകയാണ്. പറഞ്ഞു വായിച്ചു. അനന്തരം ദൈവം ഒരു പ്രോമിസ് ആരോട് പറയുകയാണ്? ആ വിഷമിച്ചിരിക്കുന്ന ആദാമൻ, വിഷമമൊന്നുമില്ല അവന് കേട്ടോ. അവനെവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് വസിക്കുന്ന അവന് വിഷമമൊന്നുമില്ല. പക്ഷെ ദൈവത്തിനൊരു വിഷമം, ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ. ദൈവത്തിന് തോന്നുന്ന സമയത്ത്, ദൈവത്തിന് തോന്നിയ കൃത്യസമയത്ത് ദൈവം ആരെ സൃഷ്ടിച്ചു? അവരെ സൃഷ്ടിച്ചു. അനന്തരം ദൈവം മനുഷ്യനെ ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് കണ്ടു. അപ്പോ ആദം ഹവ്വയും കൂടെ ആണ് പേരിട്ടെ? ആദം മാത്രമാണ് പേരിട്ടെ? അതൊന്നും. ഇപ്പൊ ഞാനിങ്ങനെ ചോദിക്കുന്ന അറിയാവുന്നത് എല്ലാം ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഞാൻ തെറ്റിപ്പോയി കഴിഞ്ഞാലോ? തെറ്റിക്കോട്ടെ കേട്ടോ. ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും തിരിച്ചു പറയാത്തൊരു കാര്യം പറയാം. ഞാൻ ആരെയും വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എനിക്കൊന്നും അറിയാത്തതുകൊണ്ടല്ലേ ഞാൻ ഈ തെറ്റ് പറയുന്നത്. ഇപ്പൊ ബ്രദർ അങ്ങനെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയൊന്ന് അങ്ങനെ വരാതിരിക്കാനാണ് ഞാനൊന്നും ഉണ്ടാവുന്നത്. അപ്പൊ ഭൂമിയിലെ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ ദൈവം ഉണ്ടാക്കി ഏതൻ തോട്ടത്തിൽ ഉണ്ടാക്കി. ഏതൻ തോട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവർ പുതിയ സൃഷ്ടിപ്പ് ചെയ്യാം നടക്കുക. ആർക്ക് വേണ്ടി? ആദമിന് വേണ്ടി. ആദമിന് ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ദൈവത്തിന് തോന്നി ഇവരൊരു തുണയെ വായിച്ചാൽ ഉണ്ടാക്കി കൊടുത്തു എന്ന് ആരംഭിച്ചു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ സൃഷ്ടിപ്പിനകത്ത് എന്തുണ്ടായി? മൃഗങ്ങളും പക്ഷികളും ഉണ്ടായി. മനുഷ്യനെ ഇപ്പൊ എവിടെയാക്കിയിരിക്കുന്നത്? ഇപ്പൊ ഈ പറയുന്ന പേരിടലിന് വേണ്ടി ഇവരോട് വന്നാണ്. അവനെവിടെയാ? അപ്പൊ ഈ സൃഷ്ടിച്ച് ജന്തുക്കളെ പറവകളെ ആക്കിയത് എവിടെയാ? ഞാൻ ചോദിക്കുന്നതല്ല. ദൈവം മൃഗങ്ങളെയും പക്ഷികളെയും ഉണ്ടാക്കി ആക്കിയത് എവിടെയാ? ഭൂമിയിലല്ലേ? ആകാശത്തിലെ പറവകൾക്ക് ആകാശവും ഭൂമിയിലുള്ള സകല മൃഗങ്ങൾക്ക് അല്ലെ ഭൂമിയും കൊടുത്തിട്ട് നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് അവരെവിടെയാക്കി അവന്റെ മുമ്പിൽ വരുത്തി. അപ്പൊ ഞാൻ ചോദിച്ചത് ലിസി ആന്റീനെ ഞാൻ ഇവിടെ വരുത്തി എന്ന് പറഞ്ഞാൽ ലിസി ആന്റി വരുന്നതെന്നാണ്, ലിസി ആന്റിയുടെ വീട്ടിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ആണോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ അല്ലെങ്കിൽ ഒരു മൃഗമായിട്ടോ ഇവനെന്ത് ചെയ്തിരിക്കണം? എവിടെ വന്നിരിക്കണം? ഏതും തോട്ടത്തിലാണ് ആദമുള്ളത്. അപ്പൊ വരുത്തി എന്ന് പറയുമ്പോൾ അവിടെ വരണം. ദൈവം എവിടെ വരുത്തി എന്നാ പറയുന്നത്? ഭൂമിയിൽ നിന്ന് ഇവന്റെ മുമ്പിൽ വരുത്തി. അതിനർത്ഥം എന്താ? രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അല്ലെങ്കിൽ വരുത്തേണ്ട കാര്യമാണോ? സംശയം അല്ലല്ല. മൃഗങ്ങളും ആദമും. കാരണം ആദമിനെ ഇവിടെ സൃഷ്ടിച്ചിട്ട് നേരെ എവിടെ കൊണ്ടാക്കി? ഏതിനെ കൊണ്ടാക്കി? ദൈവം പറയുകയാണ് ഈ മൃഗങ്ങൾക്ക് പേരിടുവാൻ ഞാൻ അവരെ വരുത്തി. ആരുടെ മുമ്പ് വരുത്തി? ആദം എവിടെയാ? അപ്പൊ ഏതും തോട്ടത്തിൽ മൃഗങ്ങൾ വന്നു നിന്നു.
ആ പേര് വന്ന എങ്ങനെയാണ് വരുന്നത്? ആദം വിട്ട പേരാണ്. മനുഷ്യന്റെ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. അപ്പൊ പേരിടുമ്പോ ആരില്ല? അവയില്ല. ഈ ഒന്നും അറിയാത്ത പാവം പിടിച്ച സ്ത്രീനെയാണ് ആര് പറ്റിച്ചത്? ഏതും തോട്ടം ഉണ്ടായാലും എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഏതും തോട്ടത്തിന് നടുക്ക് വൃക്ഷങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ ഇതെല്ലാം അറിയാവുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. സഹോദരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നീ തന്ന എല്ലാം പറഞ്ഞ ആരോട്? ദൈവം. ആദാമിനോട്. ഇങ്ങനെ അവസാനം കുറ്റം ആരോടെ കൊണ്ടിട്ട് ഇതൊന്നും അറിയാത്ത ഞാൻ മനസ്സാവാതെ അറിയാത്ത കാര്യമാണ് ഈ മനുഷ്യൻ എന്തുവാ എന്നെ കുറിച്ച് പറയുന്നതെന്ന് പലപ്പോഴും ചെയ്യും നമുക്ക് ചോദിക്കും. അത് അന്ന് തൊട്ടേ ഉള്ളതാണ്. വായിച്ചാൽ പറ്റും. അപ്പോൾ ഏതൻ തോട്ടത്തിൽ വെച്ചായിരിക്കുമോ ഗാഠനിദ്ര വരുത്തിയത്? ഭൂമിയിൽ വെച്ചായിരിക്കുമോ ഗാഠനിദ്ര വരുത്തിയത്? ഏതനിൽ വെച്ചാണ്. കാരണം ഏതനിൽ മണ്ണുണ്ട് ഇല്ലേ? ഏതനിൽ മണ്ണുണ്ട്. ആ മണ്ണിൽ നിന്നാണ് അതുവരെ സസ്യങ്ങള് മുളയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ ഗാഠനിദ്ര വരുത്തി അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്തു, അതിന് പകരം മാംസം പിടിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവരെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോ മനുഷ്യൻ ഉറങ്ങിക്കിടന്നപ്പോ ദൈവം അവന്റെ വാരിയലിൽ ഒന്നിനെടുത്ത് മാംസം പിടിപ്പിച്ച് ഉറങ്ങിക്കിടന്ന മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോ ഈ ഹൗവയെ സൃഷ്ടിച്ചവരായിരിക്കും. ആകപ്പെട്ട് ഏതിനും മണ്ണുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഏതിനും മണ്ണെടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. ആദം എവിടെ കിടന്ന് ഉറങ്ങുകയാണ്? ഗാഠനിദ്ര എന്ന് വെച്ചാൽ ഭയങ്കര ഉറക്കത്തിലുണ്ട്. അവിടെ നിന്ന് ദൈവം ഒരു വാരിയിൽ എടുത്തു. ബാക്കി വായിച്ചാലേ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്തു, അതിന് പകരം മാംസം പിടിപ്പിച്ചു. ആർക്ക്? ആദമിന്. ചിലർ പറയും പഠിപ്പിക്കുന്നത് വെച്ചാൽ ആ ഒരു എല്ലെടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ കൂടെ മാംസം കൂടെ വെച്ച് പെണ്ണാക്കിയെന്നാണ്. അങ്ങനല്ല, അവനാ പോയ സ്പേസിൽ ദൈവം ചെയ്തു മാംസം പിടിപ്പിച്ചു എന്നാണ്. ഒരു സ്ത്രീയാക്കി. അത് എവിടെയെന്ന് പറയുന്നില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ. മനുഷ്യനെവിടെയാ? ഏതോ തോട്ടത്തിൽ കിടന്നുറങ്ങുക. അവന്റെ അടുക്കിലേക്ക് ദൈവം ഈ സ്ത്രീയെ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ അവന്റെ അടുത്ത് വെച്ചല്ലേ ഉണ്ടാക്കിയ. ഉറപ്പല്ലേ? ഉണ്ടല്ലത് ഇവിടെ അവന്റെ അടുത്തല്ല. അവന്റെ അടുത്തല്ലാത്തത് കൊണ്ടാണ് ദൈവം പറഞ്ഞ സ്ത്രീയെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോ സൃഷ്ടിപ്പ് നടന്നത് എവിടെയാണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ആദം ഏതോ തോട്ടത്തിലാണെന്ന് വ്യക്തമാണ്. അപ്പോൾ മനുഷ്യൻ ഇപ്പോൾ എന്റെ അസ്ഥികളിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവിടെ നരനിൽ നിന്ന് എടുത്തിരിക്കുക ഇവർക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരിക്കുന്നു. അവർക്ക് നാമം തോന്നിയില്ലതാണ്. രണ്ടുപേരും നഗ്നരായിരുന്നു അല്ലെ? ആദമും ഹവ്വയും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല. അപ്പോ മനുഷ്യനും ഭാര്യ ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല. ആ സമയത്ത് ദൈവം ഇവരുടെ നാണം മറയ്ക്കാനായിട്ട് ഒന്നും ചെയ്തിരുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. തോന്നിയില്ല. കാരണം അവർ ദൈവത്തിന്റെ തേജസ്സിനകത്തായിരുന്നു.
പക്ഷെ ഇന്ന് നമ്മൾ രാത്രി പഠിച്ച വചനം ഏതൻ തോട്ടം വരെ എത്തി നിൽക്കുക. ഏതൻ തോട്ടം ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, നമ്മൾ 4 അധ്യായങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമായ ആത്മീക മർമ്മങ്ങൾ ദൈവാത്മാവ് വെളിപ്പെട്ടിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ വായിച്ചോണം, പഠിച്ചോണം. ഉൽപ്പത്തി മൊത്തം പഠിപ്പിക്കാനൊന്നും അല്ലെങ്കിൽ മത്തായി മൊത്തം പഠിപ്പിക്കാനൊന്നും ചെയ്തില്ല. നമുക്ക് സമയമില്ല, പറ്റുന്നുമില്ല. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പോലെ നമ്മൾ ഓരോ അധ്യായങ്ങൾ പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. ഇപ്പൊ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ അറിവ് കിട്ടിയോ? എന്താ പുതിയ അറിവ് കിട്ടിയോ? എല്ലാം പുതിയ അറിവ്. നിത്യ എന്താ അറിവ് കിട്ടിയത്? എന്തെങ്കിലും പുതിയൊരു സബ്ജക്ട് കിട്ടിയോ? ഈ പുസ്തകത്തിൽ എഴുതിയതൊക്കെ കൊണ്ട് വായിക്കുന്നുണ്ടോ? അത് അടുത്ത ആഴ്ച എടുക്കുന്നൊരു വായിക്കണം. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ആദാമും ഹവ്വയും നിൽക്കുമ്പോഴാണ് ഇതെല്ലാം സൃഷ്ടിച്ച് ഇതിനെല്ലാം പേരിട്ടത് അല്ലേ? പിന്നെ മണ്ണിൽ നിന്നാണ് ജന്തുക്കളെ 19-ാം വാക്യം നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങി. നിലത്തു നിന്ന് നിർമ്മിച്ച ഒരു അറിവ് എനിക്ക് പുതിയതായിരുന്നു. നമ്മൾ ചിന്തിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി ഒന്നാ. നമ്മൾ പഠിക്കുന്ന ദൈവവചനം നമുക്ക് വിവേചിച്ചു തരുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ആര് നിൽക്കുന്നു, ആര് പറയുന്നു എന്നുള്ളതിലല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹല്ലേലൂയ. ഒരു ദൃശ്യങ്ങളുടെ രക്ഷയുടെ 2-ാം അധ്യായം നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വിവേചിച്ചു തരുന്നതാണ്. തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകൾ വളരെ അനുഗ്രഹമാകുവാൻ, ഓൺലൈനിലൂടെ നമ്മൾ ശ്രമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദിവസങ്ങളിൽ നമ്മൾ ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചു.